Hi all, welcome back to Xylem Learning. എവിടെ സാറാണ് മക്കളെല്ലാവരും ഓഡിയബിൾ ആണോ വിസിബിൾ ആണോ എന്നൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കൊമേഴ്സിലും പൊളിറ്റിക്കൽ സയൻസിലും മക്കളെ എക്സാം ഒക്കെ ചെയ്താൽ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ 30 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, ദാറ്റ് മീൻസ് 15 ചാപ്റ്റേഴ്സിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്തായാലും മക്കൾ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൊമേഴ്സിലോ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ഹ്യൂമാനിറ്റീസിലുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും എന്തിട്ട് ഇത് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റ് ആക്കി വെക്കുക. നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെടാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു, നാളത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസെപ്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു, മറ്റന്നാൾ മോർണിംഗ് ബൂസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനൽ ടച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോർണിംഗ് ബൂസ്റ്റിൽ ചെയ്യുന്നു. പിന്നീട് അടിപൊളിയായിട്ട് മക്കൾ എന്ത് ചെയ്യാണ്, പോയിട്ട് എക്സാം ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും എത്തി തുടങ്ങുന്നൊക്കെ ഉള്ളൂ അല്ലേ. ഓക്കെ, എത്തി തുടങ്ങിയ മക്കളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഡിലേ ആക്കേണ്ട, ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പറ്റും, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാം, ക്ലാസ് കാണാം അല്ലേ. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ മക്കൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറേ കുറേ ലെങ്തി ആയിട്ട് ആൻസർ ചെയ്യേണ്ടതുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുക, എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ആവുക, ഇങ്ങനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളുടെ മൈൻഡിൽ പലപ്പോഴും എന്ത് ചെയ്യാറ് ഉണ്ടാവാറ്. അപ്പോൾ ആ ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻസും എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ് മക്കൾ കൊടുക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിതിൻ 2 hours നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറേ ലോങ് ടൈമിലേക്ക് ഈ ഒരു സെഷൻ പോവില്ല എന്നും കൂടി സാർ പറയുകയാണേ. ഓക്കെ, അപ്പോൾ എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ മക്കൾ ചോദിക്കാൻ, സാർ ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും, ആ ഒരു പാറ്റേൺ ആണ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മക്കൾക്ക് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ ടെൻഷൻ ആവേണ്ട, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ എക്സാമിന് വരെ കേട്ടോ. ഓക്കെ, അപ്പോൾ സാർ ഇന്നത്തെ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം മെച്ചമുണ്ടോ എന്നൊക്കെ മക്കൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ ആൻസർ ആണ് സാർ പറഞ്ഞത്. യെസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെടാ, നിങ്ങൾ ഈ 2 hours മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൃത്യമായിട്ടും ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആവും. ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് സാർ പറയുകയാണ്, ഓൾമോസ്റ്റ് 15 ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാം ആകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അതിൽ പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഏർലിയസ്റ്റ് ചാപ്റ്റർ റെക്കോർഡ് എക്സാമിനേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചാപ്റ്റേഴ്സിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം. അപ്പോൾ +1 എത്തി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇത്രയും ഹ്യൂജ് ചാപ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നത് അല്ലേ. പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലും ടോട്ടൽ 20 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു, 21 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജിയോഗ്രഫിക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പൊളിറ്റിക്കൽ സയൻസ് അലോൺ നമുക്ക് എന്ത് കാണാൻ പറ്റും, 20 ചാപ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ 15 ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പഠിക്കണം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ഒബ്വിയസ്ലി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് പോവാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. യെസ്, അപ്പോൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട, അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പഠിക്കാം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യണം. എത്ര ആളുകൾ വന്നു, വന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതിന് മടി കൂട്ടരുത്, മടി കാണിക്കാതെ എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, എത്തിയ മക്കളൊക്കെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. യെസ്, ഓക്കെ, ഇതൊന്നും പോരാ നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യാം, മക്കള് ഷെയർ ചെയ്ത് എത്തിക്കുക, ലിങ്ക് മാക്സിമം ഫ്രണ്ട്സിന് എത്തിക്കുക. നമുക്കൊരു 100+ എന്ത് ചെയ്യണം, ഫ്രണ്ട്സ് ഒക്കെ വരട്ടെ അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ മക്കളെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചോളും വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോടാം. What is constitution? Explain the function of a constitution. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ എന്താണ്, ചുമതലകൾ എന്തൊക്കെയാണ്, ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആദ്യം ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ബേസിക് ലോസ് ഓഫ് എ സ്റ്റേറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ സ്റ്റേറ്റ് ആൻഡ് that determines the powers and functions of the government. Following are the major functions of the constitution. അപ്പോൾ what is constitution, എന്താണ് ഭരണഘടന എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് മക്കൾ എഴുതേണ്ടത്. ഇത്രയുമാണ് മക്കൾ എഴുതേണ്ടത്. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഭരണഘടന വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ബേസിക് ലോ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ ബേസിക് ലോസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ബേസിക് ലോസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോ ഓഫ് സ്റ്റേറ്റ് ദാറ്റ് ഡിറ്റർമൈൻസ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, ബേസിക് ലോസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. യെസ്, പഴയ ബിലാലിനെ മാർക്ക് ചെയ്യാൻ അതോ ഇവിടെ ബിഗ് ടീംസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എടാ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എക്സാം ആണ്, 2 ദിവസം കഴിഞ്ഞാൽ എക്സാം ആണ്. ഓക്കെ, 2 ദിവസം ഇല്ല, നാളത്തെ കഴിഞ്ഞാൽ പിന്നെ എക്സാം ആണ്. ആ എക്സാമിന് പോകുന്നതിന് മുമ്പാണ് കൊച്ചി ബിലാൽ. യെസ്,
ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഭരണഘടന? ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ നിയമങ്ങൾ അടങ്ങുന്നതാണ് ഭരണഘടന എന്ന് പറയുന്നത്. ബേസിക് ലോസ് അടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസും ലോസും അടക്കുന്ന ഈ ഒരു ഭരണഘടനയിലാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഗവൺമെന്റിന്റെ ഓരോ ബോഡീസിന്റെയും ഫംഗ്ഷൻസ് എന്ത് ചെയ്തിട്ടുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഗവൺമെന്റിന്റെ എന്താ പറയുക പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ഗവൺമെന്റിന് എത്രത്തോളം അധികാരങ്ങളുണ്ട്, എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഭരണഘടനയിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഭരണഘടനാ പ്രകാരമാണ്, ഭരണഘടനയെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഭരണഘടനയുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ചുമതലകൾ എന്തൊക്കെയാണ്, നമുക്ക് നോക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞടാ സാർ എൻ്റെ കൂടെ ഒരു പിക്ക് എടുക്കാമോ? തീർച്ചയായിട്ടും എടുക്കണം. വന്നാൽ സാർ തീർച്ചയായിട്ടും എടുക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ കണ്ണു തട്ടാതിരിക്കാനായിരിക്കും അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇറ്റ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് ബേസിക് ലോസ് ദാറ്റ് കോർഡിനേറ്റ്സ് ദ പീപ്പിൾസ് ഓഫ് എ ഗിവൺ സൊസൈറ്റി. ഈ പറയുന്ന ഒരു സൊസൈറ്റിയിലെ ബേസിക് ലോസ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ചെയ്തിട്ടുള്ളത് അടങ്ങിയിട്ടുള്ളത്. ദെൻ ഇവിടെ പറയുന്നുണ്ട് ഓരോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും എന്താ പവേഴ്സ് എത്രത്തോളമാണ്, അതുകൂടാതെ ലോ മേക്കിംഗ് പവർ ആർക്കാണ്, ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോ മേക്കിംഗ് പവർ ആർക്കാണ്, ഡിസിഷൻ മേക്കിംഗ് ആർക്കാണ്, നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്, ഓക്കെ, ആർക്കാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളത്, അത് നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ടും എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇറ്റ് ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സിറ്റിസൺസ് റൈറ്റ്. അതുകൂടാതെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് പവേഴ്സ് ഗവൺമെന്റിന് ഇല്ല. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ പവേഴ്സ് ലിമിറ്റ് ചെയ്യാനും അതുകൂടാതെ സിറ്റിസൺസിന്റെ റൈറ്റ്സ് ഡിനൈ ചെയ്യാതെ, ആളുകളുടെ അവകാശങ്ങളെ ലംഘിക്കാതെ അത് കൃത്യമായിട്ട് നേടിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനും നിർബന്ധിതമാക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഭരണഘടനയാണ്. അത് ഭരണഘടനയുടെ ഒരു ഫംഗ്ഷനാണ്, ധർമ്മമാണ്, നമുക്ക് കാണാൻ പറ്റും. Then it enables the government to fulfill the aspiration and the goal of society. അതുകൂടാതെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇനാബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും എന്താ പറയുക ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നത് ഒരു ഭരണഘടനയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭരണഘടനയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൂപ്പർ 30 ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ആർ ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ മലയാളത്തിൽ മക്കൾക്ക് കത്തിച്ച് എഴുതാം. മലയാളത്തിൽ കൂടി സാർ എന്ത് ചെയ്യാം പറയാം. നോട്ട്സ് ഇല്ല, മലയാളത്തിൽ കൂടി എന്ത് ചെയ്യാം സാർ അഡ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പറയുമ്പോൾ സാർ മലയാളത്തിൽ ബോത്ത് ലാംഗ്വേജിൽ എന്ത് ചെയ്യാം പറയടാ. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും മക്കൾ എന്ത് ചെയ്യാം മാക്സിമം അടിപൊളി പഠിക്കുക. ഇംഗ്ലീഷിലാകുമ്പോൾ പോയിന്റ്സ് മക്കൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. ദാറ്റ് കുഡ് ബി ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, യു കൻ ചൂസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ, ഡിസ്ക്രൈബ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഡ്രാഫ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇറ്റ് ഈസ് ഫസ്റ്റ് സെഷൻ വാസ് ഹെൽഡ് ഓൺ 9th December 1946 അറ്റ് ഡൽഹി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനെ. അപ്പോൾ ഇവിടെ മക്കൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇവിടെ മക്കൾക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് നാളെ ഡിഫറെന്റ് സബ്ജക്ട് എക്സാമിനേഷൻ ഉണ്ട് അല്ലേ? ഓക്കേടാ, യെസ് 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 യെസ്. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ ഞാൻ പോയി പിള്ളേരെ പിള്ളേരൊക്കെ കൂട്ടിക്കൊണ്ടുപോടാ. യെസ്, സെറ്റാടാ. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നത് ഓക്കെ സോഷ്യോളജി എക്സാമിനേഷൻ ഉണ്ടോ? ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. യെസ്, ഓക്കെ. ഐ എം ഓൾസോ സോഷ്യോളജി. ഞാൻ സോഷ്യോളജി ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നത്, MS സോഷ്യോളജി ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സോഷ്യോളജി. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കുന്നുള്ളത്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാം. യെസ്, ഇവിടെ നമ്മൾ പറയുന്നടാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ മക്കൾക്ക് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടടാ. MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റണം. അതായത് എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുള്ളത്? 1946 December 9th ആരായിരുന്നു അതിന്റെ പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. നമുക്ക് കാണാൻ പറ്റും. ദെൻ Jawaharlal Nehru introduced objective resolution in the
Constituent Assembly, which defined the aims of the Constituent Assembly. The total membership of the Constituent Assembly after the partition was 299. Okay, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടീഷന് ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ടോട്ടൽ മെമ്പേഴ്സ് പറയുന്നത് 299 ആണ്. നമ്മളൊരു ഓഫർ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ 299 മെമ്പേഴ്സ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ എയിം എന്താണെന്ന് കൃത്യമായിട്ടും ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റൂടാ. Okay, then it had 8 major committees on different subjects. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 8 എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. Then each committee drafted particular provisions of the constitution. These were passed on in the Constituent Assembly for discussion. In 1949, November 26, the Constitution of India was adopted by the Constituent Assembly. It came into force on 26 January 1950. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 1949 നവംബർ 26 കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് നിലവിൽ വരുന്നത് 1950 ജനുവരി 26 കൂടിയാണ്. അതുകൊണ്ട് തന്നെ നവംബർ 26 നമ്മൾ എന്തായിട്ടാണ് നാളെ അല്ലടാ പൊളിറ്റിക്കൽ സയൻസ് മറ്റന്നാളാണ് എക്സാം. അപ്പോൾ നവംബർ 26 നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1949 നവംബർ 26 തന്നെ എന്ത് കംപ്ലീറ്റ് ആയിടാ, യെസ് എന്ത് കംപ്ലീറ്റ് ആയി, കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയി. ഇതിനത് നിലവിൽ വരുന്നത് എപ്പോഴാണ്, 1950 ജനുവരി 26 നമുക്ക് കാണാൻ പറ്റൂടാ. ഓക്കെ, ശരിയല്ലടാ. ഇനി ഈ ഒരു ടോപ്പിക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ബോറോഡ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമുക്ക് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യടാ. ഇനി ഒരു ഷോർട്ട് എന്താ പറയുക, ഷോർട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വാട്ട് ആർ ദ ബോറോഡ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ബോറോഡ് ആയിട്ടുള്ള എന്താ പറയുക കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളതെന്ന് കൂടി നമുക്ക് മെൻഷൻ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ബോത്ത് ഈ പറയുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിനാണെങ്കിലും ആസ് വെൽ ആസ് നമ്മുടെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനാണെങ്കിലും എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിരിക്കും. ആരോ ചോദിക്കുന്നുണ്ട്, എസ് ഫൈസ് VP ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കമ്മിറ്റഡ് ആകാനുണ്ടോ? യെസ് ഇല്ലടാ, ഇപ്പം എല്ലാവരും എക്സാമിൻ്റെ കുറച്ച് ബിസിയിലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വാ, നമുക്ക് സെറ്റ് ആക്കട്ടാ. ഓക്കെ, അപ്പോൾ ഇപ്പം എല്ലാവരും എക്സാം ടൈം അല്ലടാ, എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കില്ല. ഈ സമയത്തൊക്കെ വന്ന് പ്രപ്പോസ് ചെയ്താൽ ആകെ റിസ്ക് ആവൂലേ, യെസ് അവർക്കുള്ള ഒരു മതിപ്പും പോകും. അപ്പോൾ ഈ സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈമിലൊക്കെ എന്ത് ചെയ്യുക, യെസ് പക്ഷേ യൂട്യൂബിലൊക്കെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ കമ്മിറ്റ് ആവേണ്ട വെച്ചാൽ ഇവിടെ 38 മക്കളെ ഉള്ളൂടാ. ഓക്കെ, അത് തന്നെ അപ്പം ബോയ്സ് ആയിരിക്കും അല്ലേ. യെസ് പൈസ വർക്കാവും തോന്നില്ലടാ, വെറുതെ ടൈം പോകുള്ളൂ. എൻ്റെ പേര് അബ്ദുള്ള ബക്കർ എന്നാണ്, മക്കൾക്ക് ABD എന്ന് വിളിക്കട്ടോ. ഓക്കെ, പൈസ ബേജാറാവുള്ളൂ, കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ആരും റെസ്പോണ്ടൊന്നും ചെയ്തില്ലടാ, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടട്ടാ. എസ് നല്ല മക്കൾ കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വാട്ട് ആർ ദ ബോറോഡ് പ്രൊവിഷൻസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, റോൾ ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, ഇതൊക്കെ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്തൊക്കെ ബോറോ ചെയ്തിട്ടുള്ളടാ, യെസ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, റോൾ ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, ഇതൊക്കെ നമുക്ക് എന്തിലും വരൂടാ, MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മക്കൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മക്കളോട് പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു, അതായത് നിങ്ങളിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ നമ്പർ ഓഫ് MCQs പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കിട്ടും. കാരണം നമ്പർ ഓഫ് MCQ പഠിക്കുന്നു, ഇയർ, ലീഡേഴ്സിന്റെ പേര്, അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതൊക്കെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, യെസ് നാളെ അല്ലേടാ, മറ്റന്നാളാണ് എക്സാം പൊളിറ്റിക്കൽ സയൻസ്. മറ്റന്നാളാട്ടെ, നാളെ നമുക്ക് എന്തുണ്ടാവും, മാരത്തോൺ ഉണ്ടാവും. മറ്റന്നാൾ നമുക്ക് മോർണിംഗ് പോസ്റ്റ് ഉണ്ടാവും. അതും ആയിട്ട് മക്കളെ എക്സാം എഴുതാൻ പോകുള്ളൂ കേട്ടോ. യെസ് മറ്റന്നാളാടാ. ദെൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ, അതൊക്കെ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റൂടാ. യെസ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ABC അല്ല, ABD. യെസ് നെക്സ്റ്റ് പറയുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഐഡിയ ഓഫ് റെസ്യൂഡൽ പവേഴ്സ്, ഇതൊക്കെ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ബോറോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ് ദെൻ
ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബോറോ ചെയ്തിട്ടുള്ളത്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷന് കുറേ അധികം പ്രൊവിഷൻസ് നമ്മൾ ബോറോ ചെയ്ത് ഇന്ത്യൻ സോഷ്യൽ സിറ്റുവേഷൻസിനനുസരിച്ച് എന്ത് ചെയ്യണം, മോൾഡ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സാർ ബേസിക്കലി ഫ്രം കാസർഗോഡ് ആണ്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് കാലിക്കറ്റ് സൈലത്തിന്റെ കൂടെ ഉണ്ട്. യെസ്, ഒറിജിനൽ നാട് കാസർഗോഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ബോറോഡ് പ്രൊവിഷൻസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദ മേജർ ബോറോഡ് പ്രൊവിഷൻസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വ്യത്യസ്ത രാജ്യങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, പ്രയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, റെസിഡ്യൂവൽ പവേഴ്സ് ആൻഡ് ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ദ ഫൈനൽ വൺ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയടാ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതൊക്കെ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത ഭരണഘടനയിൽ നിന്നാണ്, വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു. സൂപ്പർ 30 തേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോഴാ എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മലയാളം ഞാൻ മലയാളത്തിൽ പറയട്ടോ. ഓക്കെ, മലയാളത്തിൽ കൂടി സാർ പറയൂ. ബേസിക്കലി ഞാനും മലയാളമായിരുന്നു എഴുതിയിരുന്നത്, മലയാളത്തിൽ പറയൂട്ടടാ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാറേ പച്ചക്കൽവിനെ കാണാൻ കിട്ടും. പച്ചക്കൽബിനെ കാണാൻ നമ്മുടെ ഫ്യൂച്ചർ ക്യാമ്പസിലേക്ക് വന്നാൽ മതി. പച്ചക്കൽബ് അവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴെങ്കിലും സാറുമാർ എന്നെ മൈൻഡ് ആക്കിയല്ലോ, അതിനയച്ചതാ. എന്താ അയച്ചടാ? എന്തോ വായിച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഒന്നും കാണുവാനില്ലല്ലോ, ഞാനൊന്നും കാണുന്നു കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാടാ. എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Fundamental rights are those rights which are protected and guaranteed by the constitution of a country. Part 3 of the Indian constitution deals with the fundamental rights. There are 6 categories of fundamental rights are exist. നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭരണഘടനയാൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും ഉറപ്പ് നൽകുന്ന, ഒരു കാരണവശാലും ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ലാത്ത, നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നമ്മൾ പറയുന്നത്. വി ഹാവ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് നമുക്ക് ഉള്ളത് മക്കളെ. ഏതൊക്കെയാടാ? റൈറ്റ് ടു ഇക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ സമത്വത്തിനുള്ള അവകാശം, നമ്മുടെ ഒന്നാമത്തെ അവകാശം എന്ന് പറഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശമാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാണ്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം. ദീസ് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷോർഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് 6 ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 14 to 18 ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് ആർട്ടിക്കിൾ 14 വരുന്നത്. ഇവിടെ നമ്പർ ഓഫ് MCQs ആണ് മക്കൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും തലങ്ങും വിലങ്ങും വന്നാലും മക്കൾ എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് മേജർ ആയിട്ടും വന്നിട്ടുള്ളത് നമ്മുടെ ഓണം എക്സാമിനേഷൻ ആയിരിക്കും. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് എൻറ്റയർ എക്സാമിനേഷൻ എന്നുള്ളതാണ് ഈ മൗലിക അവകാശത്തിന്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് ആണെങ്കിലും പബ്ലിക് എക്സാമിനേഷൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്നുള്ള ടോപ്പിക് ഇടാം. ഓക്കെ, then Article 15 നോക്കുകയാണെങ്കിൽ prohibits discrimination in the public places based on religion, caste, sex, place of birth. അപ്പോൾ ഈ പറയുന്ന ജനന സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പൊതു ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിവ് നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യണം, ആളുകളെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള വേർതിരിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കിൾ 15 ആണത്. എന്താ പറയുക, 15 ആർട്ടിക്കിൾ 15 പ്രകാരമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ദെൻ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അതുകൂടാതെ നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 16 പ്രകാരമാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ PSC എക്സാം എല്ലാവർക്കും എഴുതാം.
ഈക്വൽ ഓപ്പർച്യൂണിറ്റീസാണ് എല്ലാ മക്കൾക്കും. അത് അറ്റൈൻ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ എബിലിറ്റിയും നിങ്ങളുടെ എന്താ പറയുക കപ്പാസിറ്റിയും അനുസരിച്ചിരിക്കും. പക്ഷെ അത് ഇതാന്നുള്ളത് അപ്പോൾ എല്ലാ ആളുകൾക്കും പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അത് അറ്റൈൻ ചെയ്യാന്നുള്ളത് അവർ ഓൺ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാ ആളുകൾക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അൺടച്ചബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 17 നമുക്ക് കാണാൻ പറ്റും അൺടച്ചബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തലാക്കിയിട്ടുണ്ട്. ദെൻ ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ഓർ അക്കാദമിക് ആൻഡ് ഡിസ്റ്റിങ്ഷൻ അല്ലാത്ത ഒരു എല്ലാ കൈൻഡ് ഓഫ് ടൈറ്റിൽസും പണ്ട് ഓരോ സ്ഥാന പേരുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇയാൾ ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സിനെ സേവിച്ച ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോ 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 സ്ഥാന പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാ. ഓക്കെ, യെസ്. ശോകം വേണ്ടടാ, ശോകം വേണ്ട. എന്ത് പറ്റി, ശിവ പറയുന്നുണ്ട് ശോകമാണല്ലോ എന്ന് പറയുന്നുണ്ട്. ശിവ ശോകമാണല്ലോ എന്ന് പറഞ്ഞത് എന്താണ്, എന്ത് കണ്ടിട്ടാണ് എന്ന് എനിക്കറിയില്ലടാ. ഓക്കെ, ശോകം വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ എനിക്ക് പാടാനുള്ളൂ. യെസ്, ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കമന്റ് ബോക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് തന്നെ ശോകം മാറും. യെസ്, എക്സാം അല്ലടാ. അപ്പോൾ ശോകം അടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വല വിരിച്ചിട്ടോ കാര്യമില്ല. എക്സാം ടൈമിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, യെസ്, പെർഫെക്റ്റ് ആയി മാറും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ റൈറ്റ് ടു ഇക്വാലിറ്റി നമ്മൾ ഇതാണ് പറഞ്ഞത്. ഇനി റൈറ്റ് ടു ഫ്രീഡം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22 ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 19 കൺസിസ്റ്റ് 6 type of freedom such as freedom of speech and expression, freedom of assembly, freedom of association, freedom of movement, freedom to residence and freedom of profession. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, യെസ്, നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ലൈക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19 വരുന്നതാണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ഓഫ് അസംബ്ലി നമുക്ക് കാണാൻ പറ്റും. ഫ്രീഡം ഓഫ് അസോസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് കാണാൻ പറ്റുന്നതാ എന്താണ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എവിടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫ്രീഡം ഓഫ് റെസിഡൻസ് നമുക്ക് എവിടെയും താമസിക്കണം. നമുക്ക് ഇന്ത്യയിൽ എവിടെയും താമസിക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞാൻ പറയല്ല, നമുക്ക് ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, താമസിക്കാൻ പറ്റും. ബിക്കോസ് വിത്തിൻ ഇന്ത്യ നമുക്ക് എവിടെയും താമസിക്കാം, എവിടെയും ട്രാവൽ ചെയ്യാം. അവിടെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിങ്ങോ ഒരു കൈൻഡ് ഓഫ് ത്രെട്ടനിങ്ങോ പാടില്ല. ഓക്കെ, നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, അതാണ് പവർ. 7 പിള്ളേരെ വിളിച്ചിട്ടുണ്ട്, അതാണ് പവർ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യാം, മാക്സിമം 100 സ്റ്റുഡൻസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ യെസ്, നല്ലത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ എവിടെ നമുക്ക് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ അധികം അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ എവിടെയും ട്രാവൽ ചെയ്യാം, നോ പ്രോബ്ലം. വിത്തിൻ ഇന്ത്യ നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാം, എവിടെയും നമുക്ക് താമസിക്കാം. നമ്മൾ വരുവാണെങ്കിൽ കർണാടകയിൽ താമസിക്കടാ, നമുക്ക് തമിഴ്നാട് താമസിക്കടാ, നമുക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാം. വിത്തിൻ ഇന്ത്യ നമുക്ക് എവിടെയും താമസിക്കാം. ഫ്രീഡം ഓഫ് റെസിഡൻസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്ത് പ്രൊഫഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഫ്രീഡം ഓഫ് ഓക്യുപ്പേഷൻ അതിൽ വരുന്നത്. നമുക്കിപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ നമ്മുടെ പാരന്റ്സ് എന്താണ് ജോലി, ജാതിപരമായിട്ടുള്ള കാസ്റ്റ് ബേസ്ഡ് എന്തുണ്ടായിരുന്നു, ജോബും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യേണ്ടിയിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, യെസ്, അതൊക്കെ നമ്മൾ നിർത്തലാക്കി. നമ്മൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾക്ക് ഏത് ജോബാണ് ചൂസ് ചെയ്യുന്നത്, യു ക്യാൻ ചൂസ് ദാറ്റ്. അവിടെ എന്തില്ല, ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും ഇല്ല, ഒരു കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then protection in respect of conviction offense, it says that no person shall be punished for the same offense more than once and no person shall be compelled to be witness against himself. ഇവിടെ നമ്മൾ പറയുന്നതാ, ഇപ്പൊ ഒരു പണിഷ്മെന്റ് ചെയ്താൽ താങ്ക് യു കിടു ക്ലാസ് ഒക്കെ പറയുന്നുണ്ട്, താങ്ക്സ് എടാ. യെസ്, മക്കള് കുറഞ്ഞ കിടു ക്ലാസ് എല്ലാം ഇറങ്ങിപ്പോയി തോന്നുന്നുണ്ട്, എന്തുവാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നടാ, ഇപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങളെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാൻ പാടില്ല, വിറ്റ്നസ് ആക്കാൻ പാടില്ല, എന്തൊരു കേസിനും വിറ്റ്നസ് ആക്കാൻ പാടില്ല, ഇതൊക്കെ വരുന്നുണ്ട്. ദെൻ പേഴ്സണൽ ലിബർട്ടിയും അതുപോലെ തന്നെ പ്രൊട്ടക്ട്സ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇവിടെ നമുക്ക് ഇവൺ നമ്മൾ സേഫ് ഡ്രിങ്കിങ് വാട്ടർ അടക്കം വരുന്നുണ്ട്. ഈ പറയുന്ന ആർട്ടിക്കിൾ 21 നമുക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ അടക്കം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം, നമ്മളിവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരു കാരണവശാലും ത്രട്ടൻ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമ്മൾ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. സം ലീഗൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോർട്ട് വെർഡിക്റ്റ് പ്രകാരം ഇപ്പോൾ ഒരാളൊരു ക്രൈം ചെയ്തു, അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതർവൈസ് നമ്മൾ ഇവിടെ ഭൂമിയിൽ ജനിച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള അവകാശമില്ല, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമില്ല. ഓക്കെ,
ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അന്യായ തടങ്കിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെ വരുന്നുണ്ട് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡത്തിൽ നമുക്ക് കാണാൻ പറ്റൂടാ. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഇഫ് യു ഹാവ് ഫ്രീഡം അറ്റ് ദ സെയിം ടൈം യു ഷുഡ് റിയലൈസ് എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യാന്ന് മാത്രമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇടാ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ആർട്ടിക്കിൾ 23 to 24 ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 23 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊഹിബിറ്റ് ട്രാഫിക്കിംഗ്, അതായത് ഈ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ആളുകളെ മനുഷ്യ കച്ചവടം ചെയ്യുക, സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, സ്ലേവറി പോലുള്ള ഇപ്പോൾ നമ്മുടെ ബോണ്ടഡ് ലേബേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേഗാ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം എന്ത് ചെയ്യുക, അബോളിഷ് ചെയ്യുക. മനുഷ്യ കച്ചവടം പോലുള്ള കാര്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. കാരണം സ്ലേവറി എന്നുള്ളൊരു സമ്പ്രദായം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 24 നോക്കുകയാണെങ്കിൽ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻസ് ബിലോ ഏജ് ഓഫ് 14 ഇൻ ഹസാർഡ്സ് ജോബ്സ്. ഇപ്പോൾ ഫാക്ടറീസിൽ അല്ലെങ്കിൽ മൈൻ ഏരിയാസിലൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയമല്ല, വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമല്ലേ. അപ്പോൾ അവർ ഫാക്ടറീസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഖനി പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരെന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ജോലികളിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്ന ആർട്ടിക്കിൾ 24 വരുന്നത് കേട്ടോ. യെസ്, അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. നമ്മൾ എന്തായാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡിസ്കസ് ചെയ്തിട്ടാ. യെസ്, ഓക്കെ. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. യെസ്, ലോക ഏഷ്യാനെറ്റിൽ ഉണ്ടാവും. പക്ഷെ ലോക കണ്ട് നിങ്ങൾ എന്താ എക്സാമിന് ആൻസർ ചെയ്യാൻ പോകുന്നത്? ചന്ദ്രയാണ് അവിടുത്തെ നീലി, കള്ളിയങ്കാട്ട് നീലി ചന്ദ്രയാണെന്നൊക്കെയാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോക നല്ല പടമാണ്, കിടിലം പടമാണ്. പക്ഷെ ആഫ്റ്റർ ദി എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യുക, ടൈം കണ്ടെത്തി കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ ഇനിയും ഉണ്ടാവും, ഏഷ്യാനെറ്റിൽ ഇനിയും ഉണ്ട് കേട്ടോ. ഞാൻ പറയാം ഏഷ്യാനെറ്റിൽ ഇനിയും ഇടാൻ പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് തൽക്കാലം ക്ലാസ് കാണാം. ഇന്ന് ക്ലാസ് കണ്ടാൽ എക്സാം അടിപൊളിയായിട്ട് ചെയ്തിട്ട് ക്രിസ്മസ് വെക്കേഷൻ അടിപൊളിയായിട്ട് പടം കാണാം. ഇന്ന് ക്ലാസ് കണ്ടില്ല, ഇന്ന് ലോക കണ്ടാൽ ക്രിസ്മസ് വെക്കേഷൻ അത്ര അടിപൊളിയായിരിക്കില്ല. കാരണം പേപ്പർ കിട്ടും, പാരന്റ്സ് വരും, അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ കുറച്ച് അലമ്പാണ് അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യുക, ഇന്ന് ക്ലാസ് കാണാം, ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് കാണാൻ പഠിക്കാം. ഓക്കെ, ഹ്യൂമാനിറ്റീസിന് എന്തുകൊണ്ട് കണ്ടുകൂടാ, ഹ്യൂമാനിറ്റീസിനും പൊളിറ്റിക്കൽ സയൻസ് സെയിം ആടാ. യെസ്, ഓക്കെ, ഞാനൊരു പണ്ടത്തെ ഹ്യൂമാനിറ്റീസ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ സെക്യുലറിസം ആണ്. യെസ് സാർ, ഈ ഈസി ക്വസ്റ്റ്യൻസ് ആണോ എസ് എ ക്വസ്റ്റ്യൻസ് ആണോടാ? എസ് എ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, യെസ്, ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിച്ചത്. സാർ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള രാജ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സെക്യുലർ ആയിട്ടുള്ള നേഷനിൽ എല്ലാ റിലീജിയനും ഈക്വൽ തന്നെയാണ്. ഒരു റിലീജിയനും എന്തില്ല, ഒരു റിലീജിയനും എന്താ ഒഫീഷ്യൽ റിലീജിയൻ അല്ല, ഒരു റിലീജിയനും മോർ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതാ ഫ്രീഡം ടു കൺസൈൻസ് ആൻഡ് റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. നിങ്ങൾക്ക് ഇത് മാത്രം വിശ്വസിക്കാം, നിങ്ങൾ എന്ത് ചെയ്യാം, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം നടത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് റൺ ചെയ്യാനൊക്കെ അവകാശം നിങ്ങൾക്ക് ഉണ്ടടാ. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഏത് മതക്കാർക്കും അത് ചെയ്യാം. Okay, then no person shall be compelled to pay religious taxes on the promotion of a religion. ഒരാളും നിർബന്ധിതമായിട്ട് ഒരു റിലീജിയന്റെ പ്രൊമോഷന് വേണ്ടി ഒരാളും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒരാളെ കൊണ്ടും നികുതി അടപ്പിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് നമ്മളോട് പറയുന്നതാ. ഓക്കെ, then prohibit imparting of religious instructions in state funded education institutions. അതുകൂടാതെ ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസോ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ നമുക്ക് വരുന്നതാ. ഓക്കെ, ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിലടാ പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, കൾച്ചർ ഓഫ് മൈനോറിറ്റി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾസ് ഫോളോ ചെയ്യുന്ന കൾച്ചർ ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, സ്ക്രിപ്റ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്, അതിനുള്ള എന്താ പറയുക, അതിനുള്ള കംപ്ലീറ്റ് റൈറ്റ് ആർക്കുണ്ട്, ഈ മൈനോറിറ്റീസിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റൈറ്റ് ഓഫ് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും റൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. അവരുടെ മതം സംരക്ഷിക്കാനുള്ള അധികാരം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭാഷ സംരക്ഷിക്കാനുള്ള, കൾച്ചറലി നമ്മൾ പറയുമ്പോൾ ലാംഗ്വേജും റിലീജിയനും ഒക്കെ പെട്ടു അല്ലേ. അപ്പോൾ റിലീജിയസ് ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ളതാണ്. ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32 ആണ് വരുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം അല്ലെങ്കിൽ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആസ് പെർ ദീസ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ അഡ്രസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്തിട്ടുള്ള അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവകാശമാണ്. നമ്മുടെ 6th ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, 6ാമത്തെ മൗലിക അവകാശം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റൈറ്റ് ടു റെമഡീസ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ആൻ അഗ്രീവ്ഡ് സിറ്റിസൺസ്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഏതൊരു പേഴ്സണും കോർട്ടിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 പ്രകാരം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പ്രകാരം എന്ത് ചെയ്യുന്നത് എൻഷുർ ചെയ്യപ്പെട്ടില്ല നമുക്ക് കാണാൻ പറ്റൂടാ. ഓക്കെ, വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ മീൻ 6th ക്വസ്റ്റ്യൻ. Explain the various writs issued by the Supreme Court and High Court. ഈ പറയുന്നത് നമ്മൾ ആർട്ടിക്കിൾ 32 പറഞ്ഞൊരു കാര്യമാണ്. എന്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെട്ടാൽ ഏതൊരു പേഴ്സണും എന്ത് ചെയ്യാൻ പറ്റും, കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. അല്ലെ 15 ഇടാം. ഏതൊരു പേഴ്സണും കോർട്ടിനെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റിട്ടുകളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്. The Supreme Court under the Article 32 and the High Court under the Article of 226 can issue writs for enforcement of fundamental rights. High Court can also issue writs for the enforcement of ordinary legal rights. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഓർഡിനറി ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഹൈക്കോർട്സിനും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെട്ടാൽ സുപ്രീം കോർട്ടിനും എന്ത് ചെയ്യാൻ പറ്റും, റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് നമുക്ക് കാണാൻ പറ്റും. റിട്ട് എന്ന് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, ദെൻ പ്രൊഹിബിഷൻ, കോവാറന്റോ, സെർഷ്യോററി. ദീസ് ആർ ദ 5 റിട്സ്. റിട്ടുകളുടെ പേര് മക്കൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. യെസ്. റിട്സ് ബുദ്ധിമുട്ടാണോ? റിട്സ് നമുക്ക് ഈസി ആടാ. റിട്സ് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഹേബിയസ് കോർപ്പസ് നമ്മൾ നോക്കണം. This writs orders that the arrested person should be presented before the court. It can also order to set free an arrested person if the arrest is unlawful. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്താൽ വിത്തിൻ ടൈം എന്ത് ചെയ്യണം, ഈ പറയുന്ന കോർട്ടിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കണം. എന്ത് ചെയ്യണം, കോർട്ടിന് മുമ്പിൽ അയാളെ എന്ത് ചെയ്യണം, ഹാജരാക്കിയിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ല, അയാളെ അൺലോഫുൾ ആണ് അറസ്റ്റ് ചെയ്തിട്ടെങ്കിൽ റിലീസ് ചെയ്യണം, അയാളെ ഫ്രീ ആക്കണം എന്ന് നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്, ഹേബിയസ് കോർപ്പസിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. റിഷാദേ, എന്താണ് ഞാൻ പറയേണ്ടത്? സർ ഫ്രീ ആയിട്ട് വരടാ. യെസ്. ഓക്കെ, ദെൻ മാൻഡമസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് റീഡ്സ് ഓർഡേഴ്സ് ദ പബ്ലിക് ഒഫീഷ്യൽസ് ഹു ഫെയിൽ ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ടു റെസ്യൂം ഹിസ് വർക്ക്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി അയാളുടെ ജോലിയിൽ എന്ത് ചെയ്തു, ജോലി പൂർത്തിയാക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ജോലി പൂർത്തിയാക്കില്ല, അയാളുടെ ജോലി പൂർത്തിയാക്കാതിരിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്നുള്ളത്. ഓക്കെ, യെസ്. Then prohibition. This writ is issued when a lower court has considered a case going beyond its jurisdiction. ഇപ്പോൾ ലോവർ കോർട്ടിന്റെ എന്താണ് ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ നിർത്തലാക്കാൻ വേണ്ടിയാണ് പ്രൊഹിബിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ യെസ്, co-warranto. This writ prevents the illegal usurpation of public office by a person. ഈ പറയുന്ന ഇല്ലീഗൽ ആയിട്ട് പബ്ലിക് ഓഫീസസ് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അയാളെ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് co-warranto. Then last one, certiorari ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. This writs order a lower court or another authority to transfer a matter pending before it to higher court or higher authority. ഇപ്പോൾ ലോവർ കോർട്ടിലുള്ള പെൻഡിംഗിലായിട്ടുള്ള ഓർഡർ കേസസ് എങ്ങോട്ട് ഹൈക്കോർട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് ആണ് സെർഷ്യോററി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കണം. ഓക്കെ, മലയാളം കൂടി പറയുന്നുണ്ട്. Explain the features of directive principles of state policy. നിർദ്ദേശക തത്വങ്ങളുടെ എന്ത് ചെയ്യണം, സവിശേഷതകൾ വിശദീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ,
Article 4 of the Indian Constitution deals with the directive principles of state policy. നമുക്ക് ആർട്ടിക്കിൾ 4 ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ നിർദ്ദേശ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ വരുന്നത്, ഭരണഘടനയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. Then these are the guidelines for the government to ensure socio-economic and political justice for all. അപ്പോൾ ഇത് ഗവൺമെന്റിനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് കേട്ടോ. അതായത് ഒരു രാജ്യത്തെ ഈ പറയുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള എന്ത് ചെയ്യണം, നീതി എല്ലാ ആളുകൾക്കും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്ത് വന്നിട്ടുള്ളത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ വന്നിട്ടുള്ളത്. ഈ പേര് പോലെ തന്നെ നിർദ്ദേശങ്ങളാണ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അതോറിറ്റീസിന് അവർ പോളിസി മേക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ചില ഡയറക്ഷൻസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കാണാൻ പറ്റും. Then it aims to make a welfare state. However, these are non-justiciable. This means they cannot be enforced by the judiciary. These are classified into 3 categories. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇത് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഈ പറഞ്ഞ ജുഡീഷ്യറി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറി അല്ല ഇത് എൻഫോഴ്സ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത് കമ്പൾസറി അല്ല. ഓക്കെ, ഇത് ചെയ്യാന്നുള്ളത് കമ്പൾസറി അല്ല, ബട്ട് ഇത് നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടാം, ഇപ്പോൾ ഗാന്ധിയൻ കോൺസെപ്റ്റ്, ഗാന്ധിജി ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൽ ഒരു മെമ്പർ അല്ല ഗാന്ധിജി, പക്ഷെ ഗാന്ധിയൻ കോൺസെപ്റ്റ് ഈ പറയുന്ന പോലെ തന്നെ ലഹരി വിരുദ്ധ ആശയങ്ങളാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാമങ്ങളുടെ വികസനങ്ങളാവട്ടെ, ഇങ്ങനെ കുറച്ച് ആശയങ്ങൾ ഗാന്ധി മുമ്പോട്ട് വെച്ചു. അപ്പോൾ ഗവൺമെന്റ് എന്ത് പുതിയൊരു പോളിസി ഉണ്ടാക്കുമ്പോഴും ഈ പറഞ്ഞ ഈ ആശയങ്ങളൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തി പിന്നീട് നമ്മുടെ ഭരണഘടനാകർത്താക്കൾ. ഓക്കെ, പിന്നീട് ഗവൺമെന്റ് ഒരു പോളിസി മേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, ഇതിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. ഇഫ് ഇറ്റ് പോസിബിൾ ഇതിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈക്വൽ പേസ് ഫോർ ഈക്വൽ വർക്ക്, റൈറ്റ്സ് ടു വർക്ക്, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, റിമൂവൽ ഓഫ് ഇൻഈക്വാലിറ്റി എക്സെട്ര ആർ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഇതിൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളതും ജോലി ചെയ്യാനുള്ള അവകാശം എന്നുള്ളതും, അതുകൂടാതെ എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഫെയർ ആയിട്ട് എല്ലാ ആളുകൾക്കും തുല്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇവിടെയുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതും, അതുകൂടാതെ ഇൻഈക്വാലിറ്റീസ് അല്ലെങ്കിൽ അസമത്വങ്ങൾ നിർത്തലാക്കുക. ഇതൊക്കെ നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈക്വൽ പേസ് ഫോർ ഈക്വൽ വർക്ക്, ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ പാർട്ട് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പാർട്ടാക്കാൻ പറ്റാത്ത സം റൈറ്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ദ ഫോർമേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, എൻകറേജ് ദ കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊട്ടക്ട് വീക്കർ സെക്ഷൻ, അബോളിഷൻ ഓഫ് ഇൻടോക്സിക്കൻസ്, ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എക്സെട്ര. ദ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ത് ചെയ്യണം, ഗ്രാമപഞ്ചായത്ത് പോലുള്ള നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമുക്ക് മറ്റൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ, അതിന്റെ ഫോർമേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറും അതുപോലെ ഹസ്ബൻഡറിയും ഇൻഡസ്ട്രി കോട്ടേജ് ഇൻഡസ്ട്രി എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ എന്താ പറയുക ചെറുകിട വ്യവസായങ്ങളൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസ് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക, ഇൻടോക്സിക്കൻസ് അബോളിഷ് ചെയ്യുക. ദാറ്റ് മീൻസ് ലഹരി പദാർത്ഥങ്ങളൊക്കെ നിർത്തലാക്കുക, ലഹരിയുടെ ഉപയോഗം നിർത്തലാക്കുക, നിരോധിക്കുക. ഇതൊക്കെയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്നത്, ഗാന്ധിയൻ എന്താ പറയുക ആശയങ്ങളിൽ വരുന്നത്. ലിബറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു മേക്ക് യൂണിഫോം സിവിൽ കോഡ്, പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർ ദ ലിബറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് പ്രിപ്പയർ ചെയ്യുക, ഒരു യൂണിഫോം രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഓക്കെടാ രാജ്യത്തെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുക, ഒരു ഒറ്റ നിയമം നടപ്പിലാക്കുക എന്നുള്ളതും, ദെൻ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, സൗജന്യ വിദ്യാഭ്യാസമായിട്ടുള്ള സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതും. മലയാളം സാർ മലയാളത്തിൽ പറയടാ, മലയാളത്തിനും കൂടി പറഞ്ഞിട്ട് നോട്ട്സ് മലയാളം ഇല്ലടാ, സോറി ഫോർ ദാറ്റ്. ഓക്കെ, ദെൻ അന്താരാഷ്ട്ര സമാധാനവും അതുപോലെ തന്നെ സുരക്ഷയും ഉറപ്പുവരുത്തുക, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക. ദെൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കാര്യനിർവഹണ വിഭാഗത്തിൽ കൃത്യമായിട്ടും സെപ്പറേറ്റ് ആക്കുക, വേർതിരിക്കുക. ഇതൊക്കെയാണ് ലിബറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളുടെ സവിശേഷതകൾ വിശദീകരിക്കുക, അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ വിശദീകരിക്കുക എന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാണെങ്കിലാണ് നമുക്കിത് ആൻസർ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിന്. നമ്മൾ നെക്സ്റ്റ് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകുമ്പോഴാണ്
വാട്ട് ഈസ് ഇലക്ഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ഇപ്പൊ നമ്മളൊരു ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലിയർ ആയിരുന്നു? ഇഫ് യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് എനി ക്വസ്റ്റ്യൻ ജസ്റ്റ് മക്കളൊന്ന് കമന്റ് ചെയ്യണേ. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സെറ്റ് ആയിരുന്നോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. യെസ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ ദാറ്റ് കുഡ് ബി ബെറ്റർ. അതുപോലെ തന്നെ വന്ന മക്കളൊക്കെ എന്ത് ചെയ്യണം, ലൈക്ക് അടിക്കണടാ. യെസ്, ഓക്കെ. വന്നിട്ടുള്ള മക്കളൊക്കെ ലൈക്ക് അടിക്കണടാ. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. നമുക്ക് വാട്ട് ഇസ് ഇലക്ഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ? എന്താണ് ഇലക്ഷൻ, ഇലക്ഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം കേട്ടോ. യെസ്, റിഷാദ് ഹൗ ആർ യു സാർ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഐ എം നോട്ട് എന്താ പറയുക വെൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഹെൽത്ത് വൈസ് നല്ല ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഇന്നലെ നൈറ്റാണ് ഫുഡ് ഇൻഫെക്ഷൻ കൺഫേം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ റെസ്റ്റിലാണ്, പക്ഷെ മക്കൾക്ക് എക്സാം ആണ്. ഓക്കെ, ഇതിനേക്കാളും ഹെൽത്ത് ഇഷ്യൂസിലാണ് നമ്മുടെ അനഘ മിസ്. അതുകൊണ്ടാണ് മിസ്സിന് എത്താൻ പറ്റാത്തത്. റെസ്റ്റിലാണ്, കാലിന് ചെറിയൊരു ഫ്രാക്ചറൊക്കെ പറ്റി. അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ രണ്ടാളും നമ്മുടെ എക്സാം ടൈമിൽ രണ്ടാൾക്കും ഹെൽത്ത് വൈസ് നല്ല ഇഷ്യൂസ് ആണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാനാണ് കുറച്ചും കൂടി ഫിറ്റ്. അനഘ മിസ്സിന് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കാലിനാണ് പ്രോബ്ലം, അതുകൊണ്ട് തന്നെ കാല് കുത്തരുത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മിസ് റെസ്റ്റിലാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ഞാനാണ്. അപ്പോൾ എന്തായാലും യെസ്, ഓക്കേടാ. അപ്പോൾ വാട്ട് ഇസ് ഇലക്ഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ഇലക്ഷൻ, എന്താണ് ഇലക്ഷൻ ഡിഫറെന്റ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. In modern democracy, people choose their representative for governing the country. The method followed to choose this representative is called election. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മോഡേൺ ഡെമോക്രസിയിൽ, നമ്മുടെ ആധുനിക ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് എന്താ പറയുക, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് ത്രൂ ആണ്? തെരഞ്ഞെടുപ്പ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ, നമ്മുടെ പ്രതിനിധികളെ നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും, ഇലക്ട് ചെയ്യും, വോട്ട് ചെയ്ത് നമ്മൾ തെരഞ്ഞെടുക്കും. ഈ ഒരു പ്രക്രിയയാണ്, ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെരഞ്ഞെടുപ്പ് നമ്മൾ പറയുന്നത്. There are different methods of elections. Among these most important are first to pass the post system and proportional representation. നമുക്ക് കാണാൻ പറ്റുന്നത് ആനുപാതിക പ്രാതിനിധ്യം, അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തുണ്ട്, ഇലക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനും, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും. ഓക്കെ, യെസ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകണം. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP or simple majority system. In this system, the entire country is divided into number of small constituencies. അതായത് നമ്മൾ പറഞ്ഞ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യും, മൊത്തം രാജ്യത്ത് എന്ത് ചെയ്യും, ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് വ്യത്യസ്ത പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ലടാ, ഒരു കഷ്ണം പുട്ടും കുറച്ച് കടലക്കറിയും കഴിച്ചു. അത് ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മക്കൾക്ക് ഈ പറയുന്ന എക്സാം ടൈമിൽ എനിക്ക് തരാനുള്ള ഒരു എന്താണ് ഒരു എന്താ പറയുക, ഉപദേശം അല്ലെ, ഉപദേശം എന്ന് പറയുന്നത് യെസ്, പുറത്തുനിന്ന് ഫുഡേക്കുന്ന മാക്സിമം എന്ത് ചെയ്യുക, കുറക്കട. യെസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥയായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, പുറത്തുനിന്ന് ഫുഡേക്കുന്ന കുറച്ചോ തന്നെ നമ്മൾ ബെറ്റർ ആയിരിക്കും, ഹെൽത്ത് വൈസ് ബെറ്റർ ആയിരിക്കും. ഫുഡ് പോയ്സൺ കാരണം ഒബ്വിയസ്ലി ഫുഡ്. യെസ്, ഓക്കെ. അവിടെ നമ്മൾ പറയുന്ന സ്മോൾ കോൺസ്റ്റിറ്റ്യുവൻസി, ചെറിയ നിയോജക മണ്ഡലങ്ങളായിട്ട് ഒരു രാജ്യത്തിന്റെ വിഭജിക്കും, തരംതിരിക്കും. നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോർ ദ ഇലക്ഷൻ പർപ്പസ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. സൈസ് ഓഫ് പോപ്പുലേഷനും ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറൊക്കെ ബേസ്ഡാണ് ഇങ്ങനെ എന്ത് ചെയ്യുക, യെസ്, ഈ പറയുന്ന ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും. Then voters in the constituencies cast their vote to candidates. Candidates who gets highest votes from the constituency gets elected. അപ്പോൾ അവിടുത്തെ വോട്ടേഴ്സ് എന്ത് ചെയ്യടാ, യെസ്, അവിടുത്തെ വോട്ടേഴ്സ് അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നു വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇതാണ് കോൺസ്റ്റിറ്റ്യുവൻസി, നമ്മുടെ +1 കൊമേഴ്സ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ഇലക്ഷൻ മത്സരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ 48 സ്റ്റുഡൻസ് അതേറെ. ഓക്കെ, അതിലൊരു 25 വോട്ട്സിന് കിട്ടി അല്ലെങ്കിൽ 20 വോട്ടിന് കിട്ടി വിചാരിക്കും.
ഓക്കെ, ഡിഫറെൻറ്റ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടായിരിക്കും എനിക്കായിരിക്കും 20 ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ ഒരു 19 ആയിരിക്കും. ഡിഫറെൻറ്റ് കാൻഡിഡേറ്റ്സിന് വോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഏറ്റവും വലിയ വോട്ട് കിട്ടിയ ആളാണ്, അവിടെ നമ്പർ ഓഫ് വോട്ടിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ ഏറ്റവും വോട്ട് കൂടുതൽ കിട്ടിയ ആളാണ് എന്ത് ചെയ്യുക, ജയിക്കാം. ഓക്കെ, ആക്ച്വൽ നമ്മൾ സീറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 48 സീറ്റ് ആണെങ്കിൽ 25 സീറ്റ് കിട്ടിയാൽ മാത്രമേ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആസ് പെർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതിലാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിലാണെങ്കിൽ 48 സീറ്റ്സിൽ എന്താ പറയുക, ഹാഫിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആക്ച്വൽ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ ടോട്ടൽ വോട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് എന്ത് ചെയ്യുക, അവിടെ ജയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും വോട്ട് കിട്ടിയ ആൾ ജയിക്കും അവിടെ. Then in this method, the winning candidates need not secure a majority of votes. This is the method is also the plurality system. In India, simple majority system followed in the elections of Lok Sabha, state legislative assembly and panchayat. For example, in the Lok Sabha election, the entire country is divided into 543 parliamentary constituencies. Each constituency elect one representative. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പാർലമെന്റ് എന്താ ലോക്സഭ ഇലക്ഷൻ കൊണ്ട് നമ്മുടെ രാജ്യം 543 എന്താ പറയുക കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 543 കോൺസ്റ്റിറ്റ്യുവൻസീസും ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ ആളുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 543 എന്തുണ്ടാവും അവിടെ, വിന്നേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ലെങ്കിൽ കാൻഡിഡേറ്റ്സ്, ഇലക്ടഡ് കാൻഡിഡേറ്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എന്താ പറയുക, ഫിക്സഡ് മെജോറിറ്റി വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂർ മെജോറിറ്റി വേണ്ട. അവിടെ ടോട്ടൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഇലക്ഷൻ, ഇനിയോ ക്ലാസ് ഇലക്ഷൻ, അവിടെ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് ഇലക്ഷൻസ് ഒക്കെ നടക്കാറില്ലടാ. അപ്പോൾ ക്ലാസ് ഇലക്ഷൻസ് നടക്കുമ്പോൾ എന്താ ചെയ്യാം, യെസ്, അവിടെ കുറേ അധികം കുട്ടികൾ മത്സരിക്കും അല്ലേ, കുറേ അധികം കുട്ടികൾ മത്സരിക്കുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളും ചെയ്യും. അതിപ്പോൾ 10 ആൾ മത്സരിച്ചു, ടോട്ടൽ 40 ആളുടെ ക്ലാസ്സാണ്, 10 ആൾ മത്സരിച്ചു, ഒരു കുട്ടിക്ക് 10 വോട്ട് കിട്ടി, ബാക്കിയുള്ള ആളുകൾക്ക് എത്ര കിട്ടി, 3, 7, 6 ഒക്കെ ആയിട്ട് കിട്ടിയെങ്കിൽ ആ 10 കിട്ടിയ ആളാണ് എന്ത് ചെയ്യുക, അവിടെ ജയിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 40 ആളുടെ കുട്ടികളുടെ വോട്ടേഴ്സിലും 21 വോട്ട് വേണമെന്നില്ല. ആസ് പെർ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ആണെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനിലാണെങ്കിലൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഇൻ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ കൺട്രി ഈസ് ഡിവൈഡഡ് ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്, ഈവൻ ദ എൻറ്റയർ കൺട്രി മേ ബി സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസി. More than one representative elected from a single constituency. Votes are casted for the party and not for a candidate. After the election, each party gets seats in the legislature in accordance with the proportion of their voting strength. In proportional representation, the representation of various classes of people can be ensured. It is the best method for ensuring sufficient representation of minorities. In India, proportional representation system used the election of president, vice president, and for the ഇലക്ഷൻ ഓഫ് രാജ്യസഭ ഇലക്ഷനും പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും പ്രൊപ്പോർഷണേറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യമാണ് നമ്മളവിടെ നോക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 സിസ്റ്റമാണ് നമ്മൾ ഇലക്ഷന് ഫോളോ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ്റെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്? കണ്ടക്ട് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്വതന്ത്രവും നീതിപൂർവ്വമായിട്ടുള്ള ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യവും നീതിപൂർവ്വമായിട്ടുള്ള ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടു ഗീവ് അപ്രൂവൽ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രൊവൈഡ് സിമ്പിൾസ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ പറഞ്ഞ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അവർ ഈ പറഞ്ഞ നാമനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു, അതിനുശേഷം അവർക്ക് സിമ്പിൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ പ്രിപ്പയർ ഇലക്ടോറൽ റോൾസ് ഫോർ ദി ഇലക്ഷൻസ്. ഇലക്ഷന് വേണ്ടി എന്ത് ചെയ്യും, വോട്ടേഴ്സ് ലിസ്റ്റിനെയാണ് നമ്മൾ ഒഫീഷ്യലി പറയുന്നതാണ് ഇലക്ടോറൽ റോൾ എന്നുള്ളത്. ആക്ച്വലി ഇത് വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്. വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ഇലക്ഷന് മുമ്പ് തന്നെ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അല്ലേ, ഇവൺ എന്താ പറയുക, നമ്മൾ പല ആളുകളും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ, ഇങ്ങനെ കുറേ അധികം കൺഫ്യൂഷനിലേക്ക് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള അത്യാവശ്യം ഹ്യൂജ് ടാസ്ക് തന്നെയാണ്. ഇവൺ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ, പുതിയതായിട്ട് ആളുകൾ ആഡ് ഓൺ ചെയ്യും, അവരെന്ത് ചെയ്യണം, 18 ഇയേഴ്സ് കംപ്ലീറ്റ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ പേര് ആഡ് ചെയ്യണം. ഒരു സ്ഥലത്ത് മരിച്ചു പോകുന്ന ആളുകളുടെ അവരുടെ പേര് എടുത്ത് കളയണം. ഇങ്ങനെ ലോട്ട്സ് ഓഫ് എന്തുണ്ട്, ടാസ്ക് ഉണ്ട് ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇലക്ടോറൽ റോള് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ നോട്ടിഫൈ ദ ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് ദി ഇലക്ഷൻ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നാമനിർദ്ദേശം ആവട്ടെ, എല്ലാം ആവട്ടെ. ഓക്കെ,
യെസ്, എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യണം? യെസ്, ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. സാർ ഇതെല്ലാം പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും? എത്ര പാഠം പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനുണ്ട്? 15 പാഠം ഉണ്ട്. എല്ലാം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. എല്ലാം പഠിച്ചില്ലെങ്കിൽ ജസ്റ്റ് പാസ്സാവാനുള്ള മാർക്കെങ്കിലും വെറുതെ ഇരുന്നാൽ കിട്ടും എന്ന് വിചാരിക്കേണ്ട. കൃത്യമായിട്ട് നോട്ട് ചെയ്താലേ കിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ ഞാനെന്നല്ല ആര് പഠിപ്പിച്ചാലും, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ്. യെസ്, നമ്മുടെ പാരൻസ് ചോറ് ടേബിളിൽ കൊണ്ടുവച്ചതുകൊണ്ട് മാത്രം നമ്മുടെ വയറെന്നറിയോ? ഇല്ലടാ. നല്ല കീടിലം ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുവച്ചു. പക്ഷെ നിങ്ങളെടുത്ത് കഴിക്കുന്നില്ല. എന്താണ്? നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. നല്ല ചോറ്, നല്ല ബിരിയാണിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, നല്ല കുഴിമന്തി അൽഫാമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, സെറ്റ് എന്ന് പറഞ്ഞിരുന്നിട്ട് കയ്യും കെട്ടി നോക്കിയിരുന്നാൽ വല്ല ഈച്ചയും അതിൽ വന്നിരിക്കും എന്നല്ലാതെ നമ്മുടെ വയറെന്നറിയോടാ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? പാരൻസ് കൊണ്ടുവച്ചത് എടുത്ത് കഴിക്കണം, അല്ലടാ. അടുത്ത് കഴിക്കും മാത്രമേ നമ്മളെ വയറെന്ന് അറിയുന്നുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു. യെസ്, നിങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന നിങ്ങളുടെ പാരൻസിന് പോലെ, നിങ്ങൾക്ക് ഫുഡ് വിളമ്പി തരുന്ന പാരൻസിന് പോലെ ഞാൻ നിങ്ങൾക്ക് ടോപ്പിക് എടുത്തു തരുന്നു. അപ്പോൾ ഇത് ടേബിളിൽ നിൽക്കുന്ന എന്താ പറയുക, ഫുഡ് പോലെയാണ് ഇപ്പോൾ ടോപ്പിക്. അത് നിങ്ങൾ എടുത്ത് കഴിക്കണം. നിങ്ങളത് പഠിച്ചാൽ മാത്രമേ, നിങ്ങളത് ഡൈജസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഇടാം? യെസ്, മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ചേ പറ്റുള്ളൂ. സാർ പഠിപ്പിക്കുമ്പോൾ നിങ്ങളത് പഠിക്കാൻ വില്ലിങ് ആണോ? അതർവൈസ് ടേബിളിലുള്ള ഫുഡ് പോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിന് പ്രിപ്പയർ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ഇലക്ഷൻ ടൈമിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസ് കാൻഡിഡേറ്റ്സ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു പെരുമാറ്റ ചട്ടം രൂപീകരിക്കുക. പിന്നെയോ സെറ്റിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? പരിഹരിക്കുക. ദെൻ കൗണ്ടിങ് ദ വോട്ട് ആൻഡ് അനൗൺസ്മെന്റ് ഓഫ് റിസൾട്ട്, വോട്ട് കൗണ്ട് ചെയ്യുക, വോട്ട് എണ്ണുക, അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക? റിസൾട്ട് പ്രഖ്യാപിക്കുക, ഫലം പ്രഖ്യാപിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ എന്ത് ചെയ്യുന്നത്? മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചുമതലകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇടാ എക്സിക്യൂട്ടീവ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവേഴ്സും ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ഓക്കെ, യെസ്. An Indian president is the formal head of the state. All the executive power of the union government formally vested with him. He exercises these powers through the council of ministers headed by prime minister. The term of the president is 5 years. Minimum age constituent president election in 35 is 35 years. Then നാളെ 7 o'clock സ്റ്റാർട്ട് ചെയ്യും. അതൊരു ലെങ്തി സെഷൻ ആയിരിക്കും, ബിക്കോസ് വി വാണ്ട് ടു ഫിനിഷ് 15 ചാപ്റ്റേഴ്സ് ഇൻ മാരത്തോൺ അല്ലേ? യെസ്. ഈ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സെറാക്സ് കമന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ തോന്നുന്നുണ്ട്, ലൈവ് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. യെസ്, എന്താ അങ്ങനെ? ഓക്കെ, then 35 years നിങ്ങൾക്കും 35 years ആയി മത്സരിക്കുകയൊക്കെ ചെയ്യാം. ദ പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ബൈ ദ ഇലക്ടോറൽ കോളേജ്. പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്ന ഒരു ഇലക്ടോറൽ കോളേജ് ത്രൂ ആണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റ് ഇരുസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള അംഗങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ഇലക്ടോറൽ കോളേജിന്റെ മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. Then the president can be removed from the office through the process of impeachment. Impeachment എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രമേ പ്രസിഡന്റിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ, നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അതും അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് കാണാൻ പറ്റും. Then power and function of Indian president നമ്മൾ നോക്കുകയാണെങ്കിൽ the president has wide ranging executive, legislative, judicial and emergency power. നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ എന്താണ്? യെസ്, സോറൊന്നുമുണ്ടടാ. യെസ്, അവിടെ നമ്മൾ പറഞ്ഞ പ്രസിഡന്റ് പവർ എന്ന് പറയുമ്പോഴാ എന്തൊക്കെയാണ്? യെസ്, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഒക്കെ പവർ ആയിരിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ. അതുകൂടാതെ എമർജൻസി പവർ കൂടി ആയിരിക്കുന്നുണ്ട് പ്രസിഡന്റിനുണ്ട്. ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആർ ഫോർമലി ടേക്കൻ ഇൻ ഹിസ് നെയിം. ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷനും ആരുടെ പേരിലായിരിക്കും? യെസ്, പ്രസിഡന്റിന്റെ പേരിലായിരിക്കും, പ്രസിഡന്റ് ത്രൂ ആയിരിക്കും ഇത് നടപ്പിലാവുന്നത്. ഹി ഹാസ് എ റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓൾ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് ഡിസ്കസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സും ആര് ഇൻഫോം ചെയ്തിരിക്കണം? പ്രസിഡന്റ് ഇൻഫോം ചെയ്തിരിക്കണം. എവരി ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ പ്രസിഡന്റ് ടു ബിക്കംസ് എ ലോ. അപ്പോൾ എല്ലാ പാർലമെന്റിൽ പാസ്സാക്കുന്ന എല്ലാ ബില്ലും പ്രസിഡന്റ് സൈൻ ചെയ്ത് പ്രസിഡന്റ് ഒപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അതൊരു നിയമമായി മാറുന്നത്. ബില്ല് ലോ ആയി മാറണമെങ്കിൽ ആരുടെ ഒപ്പ് വേണം? പ്രസിഡന്റ് ഒപ്പ് വേണം. അപ്പോൾ പ്രസിഡന്റ് അത്യാവശ്യം സിംഗം. ഓക്കെ, യെസ്. Then
ഹി ഹാസ് എ പവർ ടു വിത്ത്ഹോൾഡ് ഓർ റെഫ്യൂസ് ബിൽസ് അതർ ദാൻ മണി ബിൽസ്. മണി ബിൽസ് അല്ലാതെ എല്ലാ ബില്ലും ഒന്ന് വിത്ത്ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് തൽക്കാലത്തേക്ക് എന്താ പറയുക ഒന്ന് സ്റ്റെക്കാക്കി വെക്കാനോ സ്റ്റേ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. മണി ബില്ല് ഒഴികട്ടെ, മണി ബില്ലിലില്ല. Then he has a power to announce ordinance under Article 123 valid for maximum 6 months. Ordinance declare ചെയ്യാനുള്ള അധികാരമായിരിക്കും പ്രസിഡന്റിന് ഉണ്ടടാ. The president appoints prime ministers and council of ministers, judges of Supreme Court and High Court, state governors, finance commissioner, UPSC members and election commissioners ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, എല്ലാ ഹയർ പൊസിഷൻസിലേക്കും ആളുകൾ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ പ്രസിഡന്റ് ഹാസ് എ പവർ ടു ഗിവ് പാർഡൺ ടു ദ പ്രിസണേഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ദയാഹർജി പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഓക്കെ, ഒന്നും പറയുന്നില്ലടാ. യെസ്, പ്രസിഡന്റ് ഹാസ് എ പവർ ടു ഡിക്ലെയർ എമർജൻസി. അതുകൂടാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് പ്രസിഡന്റിന്റെ പവർ ഇടാ. ഓക്കെ, ഓക്കെ ആണോ? ഇനി അതേപോലെ വരുന്നൊരു ഭാഗമാണ് ഈ ചാപ്റ്റർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആരാടാ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററുടെ പവറും ഫങ്ഷൻസും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഫുവു സാറും നല്ല ബിസിയിലടാ. യെസ്, ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം ആയതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കട്ടാ. എന്തായാലും മക്കൾ ചോദിച്ചു എന്നുള്ളത് ഇൻഫോം ചെയ്യാം. എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ PM-ന്റെ എന്താ പറയുക നമ്മുടെ നരേന്ദ്രമോദി സാറിന്റെ പവറും ഫങ്ഷൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. The president appoints the leader of the majority party or coalition of parties in Lok Sabha as a prime minister. The prime minister is a real executive. He is the head of the government. The president exercises his powers only on the advice of the council of ministers. The powers and functions of the prime ministers are followed. അപ്പോൾ നമ്മൾ പറയുന്നത് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആണ് പ്രൈം മിനിസ്റ്റർ. അതുകൂടാതെ ഈ പറഞ്ഞ കോalition അല്ലെങ്കിൽ പറഞ്ഞ സഖ്യത്തിലാവട്ടെ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഭൂരിപക്ഷ കിട്ടിയിട്ടുള്ള പാർട്ടിന്നാവട്ടെ അവരുടെ ഹെഡിനെയാണ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ചെയർമാൻ ഓഫ് ദി ക്യാബിനറ്റ് ആണ്. ഈ ക്യാബിനറ്റിന്റെ ചെയർമാനാണ് ആര്? പ്രൈം മിനിസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഹി ഹാസ് എ പവർ ടു അയഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റിനെ ഏതാണ്? പ്രസിഡന്റിനെ സഹായിക്കാൻ, പ്രസിഡന്റ് ഉപദേശങ്ങൾ നൽകാനൊക്കെ അധികാരമാർക്കുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്. Then he has a power to distributes the portfolio of the ministers. ഓരോ മിനിസ്റ്റേഴ്സിനും എന്താണ് അധികാരങ്ങൾ, ഓരോ മിനിസ്റ്റേഴ്സിന്റെയും സ്ഥാനങ്ങൾ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ടാ. ദെൻ ദ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ദ ക്യാബിനറ്റ് മീറ്റിംഗ് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം പ്രൈം മിനിസ്റ്റർ ഉണ്ട്. Then he acts as a mediator between president and council of ministers. പ്രസിഡന്റിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, yes, he acts as a mediator between president and the parliament. Prime minister decide the policies and programs of the government. ഗവൺമെന്റിന്റെ പോളിസീസും പ്രോഗ്രാംസും മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി എൻ്റെ പേര് അബ്ദുള്ള ബക്കർ എന്നാണ്, വലിയൊരു പേര് അല്ലെ, അബ്ദുള്ള ബക്കർ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് കൺവീനിയൻസിനൊക്കെ വേണ്ടി ഞാൻ ചെറുതാക്കിയിടാം, വളരെ ചെറുതാക്കി. ABD 3 ലെറ്റേഴ്സ്. ഓക്കെ, ഓക്കെ, ABD വില്ലേഴ്സ് അല്ല, ABD. ഓക്കെ, ഷാൻ മുഹമ്മദ് പഠിക്കാതെ പോയല്ലേ? ഒന്നും പഠിച്ചില്ലാന്ന് തോന്നുന്നുണ്ട്. യെസ്, എന്നാ പിന്നെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പഠിച്ചു പോടാ, ക്ലാസ് കാണുക, പഠിക്കുക കൃത്യമായിട്ട്. എന്നാൽ പിന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതർവൈസ് അതായിരിക്കും അവസ്ഥ. പഠിച്ചു പോകണടാ. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് ആർ കോമൺ ടു ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ദേ ആർ ഇലക്ടഡ് ത്രൂ ദ സിവിൽ സർവീസ് എക്സാം കണ്ടക്ടഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC. ഓക്കെ, UPSC എക്സാമിനേഷനിലൂടെയാണ് ഓൾ ഇന്ത്യ സർവീസിൽ ഈ പറയുന്ന സർവൻസിനെ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലും എന്ത് ചെയ്യും? യെസ്, അപ്പോയിന്റ് ചെയ്യും കേട്ടോ.
പഠിച്ചതെല്ലാം മറന്നുപോയി. വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിച്ച് നിൽക്കാതെ പഠിച്ചത് തന്നെ ഓർമ്മിച്ച് നിൽക്കുക. ഇവിടെ ഞാൻ പറയട്ടെടാ, നിങ്ങൾക്ക് ലെങ്തി ആയില്ല, എസ്പെഷ്യലി നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ വരുന്ന സമയത്ത് ലെങ്തിയാണ്. അത്യാവശ്യം നമ്മുടെ എന്താ പറയുക പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്, എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. അത്യാവശ്യം എഴുതേണ്ട ഭാഗങ്ങൾ തന്നെയാണ്, മക്കൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ സോഷ്യൽ സയൻസ് പഠിച്ച മക്കളായതുകൊണ്ട് തന്നെ അത്രയും ടാസ്ക് നിങ്ങൾക്ക് വരുന്നില്ല. ബിക്കോസ് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ആലോചിച്ച് നോക്ക്. അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ അടക്കം പഠിച്ചാൽ നിങ്ങളിവിടെ വന്നത് അല്ലടാ. അത്യാവശ്യം ഹ്യൂജ് റവല്യൂഷൻസ് ഒക്കെ പഠിച്ചാണ് നിങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റവല്യൂഷൻസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈസിയാണ്, ഇത് വളരെ ഈസിയാണ് അല്ലടാ. അതൊക്കെ പഠിച്ച് അത്യാവശ്യം കത്തിച്ച് എഴുതിയാണ് നിങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ മാത്രമേ ഇവിടെ ലെങ്തി ആയിട്ട് എഴുതാനുള്ളൂ, ലെങ്തി ആയിട്ട് നോക്കാനുള്ളൂ. യെസ്, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചതൊക്കെ മറന്നു എന്ന് പറയുമ്പോൾ ചെറിയ പോയിന്റ്സ് ആക്കിയിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മൈൻഡിൽ നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ UPSC ത്രൂ ആണ്. യെസ്, റിലേറ്റ് ചെയ്ത് പഠിക്കടാ, റിലേറ്റ് ചെയ്ത് പഠിക്കുക. ബൈഹേർട്ട് ആക്കിയാൽ അതിൻ്റെ അവസ്ഥ. ബൈഹേർട്ട് ആക്കിയാലടാ നമ്മളിങ്ങനെ ഇവിടെ തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതാകെ മറന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇത് മറന്നിട്ടുണ്ടാവും, ഇവിടെ എത്തുമ്പോൾ ഇത് മറന്നിട്ടുണ്ടാവും, അങ്ങനെ പോകും. അത് വേണ്ട, റിലേറ്റ് ചെയ്ത് പഠിക്കുക, എല്ലാം കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കുക, ബൈഹേർട്ട് ആക്കുന്ന ഒഴിവാക്കുക. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താടാ, യെസ്, സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിൽ UPSC ത്രൂ ആണ് എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS IPS ഒക്കെ വരുന്നതിലാണ് ഈ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസിന് എക്സാമ്പിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ സർവീസ് ആണ്. സെൻട്രൽ സർവീസ് വർക്ക്സ് അണ്ടർ ദ എക്സിക്യൂട്ടീവ് ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവിന് അണ്ടറിലാണ് എന്ത് ചെയ്യുക, സെൻട്രൽ സർവീസിലെ ആളുകളെ വർക്ക് ചെയ്യുക. അത് അവിടെ റിക്രൂട്ട്മെന്റും അപ്പോയിന്റ്മെന്റും എവിടെ തന്നെയായിരിക്കും, സെൻട്രൽ സർവീസിൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ് സാർ ഇനി ഞാൻ പഠിക്കും, അത് മതി ഇന്ന് മുതൽ പഠിക്കും, അത് വേണം കേട്ടോ. യെസ്, ദെൻ സ്റ്റേറ്റ് സർവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദ ഓഫീസേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ ത്രൂ ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മുടെ PSC ആണ് നമ്മുടെ സ്റ്റേറ്റ് സർവീസിലേക്ക്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ KPSC ആണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. മക്കൾ കേട്ടിട്ടുണ്ടാവും. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിറ്റർമൈൻസ് ദ സർവീസ് കണ്ടീഷൻ ഓഫ് ദം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇവരുടെ സർവീസും കണ്ടീഷനും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിൽ സെൻട്രൽ ഗവൺമെന്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ആളുകൾ അപ്പോയിന്റ് ചെയ്യും. റിക്രൂട്ട് ചെയ്യുന്നത് സെൻട്രൽ അല്ലെങ്കിൽ UPSC എക്സാമിനേഷൻ ത്രൂ ആണ്. ദെൻ സെൻട്രൽ സർവീസിൽ UPSC സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് സർവീസിലാണെങ്കിൽ PSC ത്രൂ ആണ്, സ്റ്റേറ്റ് എന്താ പറയുക പബ്ലിക് സർവീസ് കമ്മീഷൻ ത്രൂ ആണ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി സ്പീഡ് ആക്കേണ്ടതുണ്ട്, നമുക്ക് കുറച്ചധികം ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ പാർലമെന്റ്. നമ്മൾ ലെജിസ്ലേച്ചർ എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പാർലമെന്റ് പവേഴ്സ് എന്താണ്, പാർലമെന്റ് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം സാർ മനസ്സിലായില്ല. ഓക്കെ, സർവീസ് കമ്മീഷൻസ് ആണോ? ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ IAS IPS ഒക്കെയാണ്, സെൻട്രൽ ലെവലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ലെവലാണ്. UPSC ത്രൂ ആണ് റിക്രൂട്ട്മെന്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കായിരിക്കും. ദെൻ സെൻട്രൽ സർവീസ് എന്ന് പറയുമ്പോൾ റിക്രൂട്ട് ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതും സെൻട്രൽ സർവീസിലേക്കായിരിക്കും. ദെൻ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ PSC ത്രൂ ആണ് എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. എവിടേക്കാണ് റിക്രൂട്ട് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിലായിട്ടാണ് റിക്രൂട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സിവിൽ സർവീസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിവിൽ സർവീസിന്റെ സ്ട്രക്ചർ. എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റ് പവേഴ്സ് എന്താണ്, പാർലമെന്റ് ഉത്തരവാദിത്തം ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. Indian legislature is known as parliament. It is bicameral legislature. Indian legislature bicameral legislature consists of Rajya Sabha, also known as Council of States, and Lok Sabha, also known as House of People. Following are the functions of parliament. അപ്പോൾ പാർലമെന്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ്, നമ്മുടെ ഒരു ബൈകാമറൽ ലെജിസ്ലേച്ചർ ആണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഈ പറയുന്ന രാജ്യസഭയും ലോക്സഭയും അടങ്ങുന്നതാണ് നമ്മുടെ പാർലമെന്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ലെജിസ്ലേച്ചർ നമ്മൾ പറയുന്നത്. ഓക്കെ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ദ പാർലമെന്റ് എനാക്ട്സ് ലോസ് ഓൺ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ എന്ത് ചെയ്യുക, നിയമം രൂപീകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിയമനിർമ്മാണം ആരാണ്, പാർലമെന്റ് ആണ്. ഓക്കെ, യെസ്. ദെൻ കൺട്രോൾ എക്സിക്യൂട്ടീവ്. പാർലമെന്റ് കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് ത്രൂ ക്വസ്റ്റ്യൻ അവർ 0 hour. പാർലമെന്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവിനെ ക്വസ്റ്റ്യൻ അവർ 0 hourലൂടെയൊക്കെ കൺട്രോൾ ചെയ്യും.
Then financial function നോക്കുകയാണെങ്കിൽ not tax can be imposed by the executive without the approval of the parliament. പാർലമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പറ്റൂല, എക്സിക്യൂട്ടീവിന് ടാക്സ് ഒന്നും ഇമ്പോസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. യെസ്. Then approval of emergencies. It approves the emergencies proclaimed by the president. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ അപ്രൂവ് ചെയ്യുന്നത് എന്താണ്, പാർലമെന്റ് ത്രൂ ആണ് നമുക്ക് കാണാൻ പറ്റും. Then representation. Parliament represent the divergent group from the different parts of the country. നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗം ആളുകളെ ഉൾക്കൊള്ളുന്നതാണിത് പാർലമെന്റിലെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാവും, പാർലമെന്റിൽ ഉണ്ടാവിടാം. Then debating function നോക്കുകയാണെങ്കിൽ members of parliaments are free to speak of any matter without fear. പാർലമെന്റിലെ മെമ്പേഴ്സിന് ഏതൊരു കാര്യത്തെക്കുറിച്ചും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭയോ അല്ലെങ്കിൽ ഒരു ഭയമില്ലാതെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. Then constituent function നോക്കുകയാണെങ്കിൽ the parliament has the power to amend the constitution. ഭരണഘടന ഭേദഗതിക്കുള്ള അവകാശം അധികാരവും ആർക്കാണ്, പാർലമെന്റിനാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂന്റ്, ഭരണഘടനാപരമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രീലക്ഷ്മി ബോത്ത് ലാംഗ്വേജ്. യെസ്. Then electoral function നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മെമ്പേഴ്സ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇലക്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പാർലമെന്റ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ടോറൽ റോളും ആർക്കുണ്ട്, പാർലമെന്റ് മെമ്പേഴ്സിനുണ്ട്, അല്ലെങ്കിൽ ഇലക്ടോറൽ ഫംഗ്ഷൻസും പാർലമെന്റിലെ മെമ്പേഴ്സിനുണ്ട്. Then judicial functions നോക്കുകയാണെങ്കിൽ it has a power to remove the president, vice president and the judges of the Supreme Court and High Courts. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രപതി ആവട്ടെ, ഉപരാഷ്ട്രപതി ആവട്ടെ, അല്ലെങ്കിൽ ജഡ്ജിമാരെ ആവട്ടെ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്, പാർലമെന്റ് ഉണ്ട്. അതിന് കുറേ അധികം എന്തുണ്ട്, ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊപ്പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലാണ്ട് ഇത് പാർലമെന്റ് ഫംഗ്ഷൻ ആടാ, ഇത് പാർലമെന്റ് ഫംഗ്ഷൻ കേട്ടോ. ഇത് അടുത്ത ചാപ്റ്റർ ആണ്, ലെജിസ്ലേച്ചർ ആണ്. ഓക്കെ അല്ലടാ. ഓക്കെ ആണോ? അല്ല, ഇത് പാർലമെന്റ് ഫങ്ഷൻസ് കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ദ ലോക്സഭ നമുക്ക് നോക്കാം. ഓക്കെ, ലോക്സഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണ്? ലോക്സഭ is the lower house of the parliament. Its members are directly elected by the people. The present strength of the Lok Sabha is 43. The term of 5 years. Lok Sabha term എന്ന് പറഞ്ഞാൽ 5 വർഷമാണ് നമുക്ക് കാണാൻ പറ്റും. Then അപ്പോൾ നമ്മൾ പറയുന്നത് ലോവർ ഹൗസ് ആണ്, നമ്മുടെ എന്താ പറയുക എന്താ പറയുക ഹൗസ് ആണ് ഈ പറഞ്ഞ നമ്മുടെ ലോവർ ഹൗസ് ആണെന്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലോക്സഭ നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് പീപ്പിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്, നേരിട്ട് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. 543 മെമ്പേഴ്സാണ് എന്താ പറയുക തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് എന്തിലുണ്ടാവുക, ഈ പറയുന്ന ലോക്സഭയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 5 വർഷമായിരിക്കും അവരുടെ കാലാവധി. ഓക്കെ, മലയാളം പറഞ്ഞതിൽ തെറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. 5 വർഷമായിരിക്കും അവരുടെ കാലാവധി. ഇനി എന്തൊക്കെയാണ് ഇവരുടെ അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ലോക്സഭ, സ്പെഷ്യൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ലോക്സഭ നമ്മൾ നോക്കുമ്പോഴാ യെസ്, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. ലോക്സഭയിൽ മാത്രമാണ് മണി ബില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ലോക്സഭയിൽ മാത്രമാണ്. ഒരു ബില്ല് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് അപ്രൂവ്സ് ദ പ്രൊപ്പോസൽ ഓഫ് ഫോർ ടാക്സേഷൻ, ബഡ്ജറ്റ്സ് ആൻഡ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതുകൂടാതെ ലോക്സഭയാണ് ഈ പറയുന്ന ടാക്സേഷൻ, നികുതിയുമായിട്ട് ബന്ധപ്പെട്ടാവട്ടെ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, ഇതൊക്കെ അപ്രൂവ് ചെയ്യുന്ന ആരാണ്, ലോക്സഭയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോക്സഭ ക്യാൻ പാസ് നോ കോൺഫിഡൻസ് മോഷൻസ് അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ പറഞ്ഞ പോലെ ലോക്സഭ എന്ത് ചെയ്യാൻ പറ്റില്ല, എസ് ലോക്സഭ ക്യാൻ പാസ് നോ കോൺഫിഡൻസ് മോഷൻസ് അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എസ് ഈ പറയുന്ന കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ ലോക്സഭയ്ക്ക് പറ്റും. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് സാറേ, കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോഴാ അനലൈസ് ദ ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി ഇൻ അവർ കൺട്രി. നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ ഫങ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജുഡീഷ്യറി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് ദ ഗവൺമെന്റ്. ഫോളോയിങ്സ് ആർ ദ ചീഫ് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി. നമ്മുടെ എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്, ഒരു ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്.
ദെൻ ഇന്റർപ്രറ്റ് ദ ലോ ആൻഡ് ലോ ഓഫ് ദ ലാൻഡ്, ഈ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ എന്ത് ചെയ്യുക, വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്, ആളുകളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ then examine the constitutionality of law passed by the legislature or ordinance issued by the executive. അപ്പോൾ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഇഷ്യൂ ചെയ്ത ഓർഡിനൻസോ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളുടെയോ ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം, അതായത് ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരമാർക്കുണ്ട്, ജുഡീഷ്യറിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Then settle the disputes between individuals and organization and between individuals or organization and government. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വ്യക്തികളും ഓർഗനൈസേഷൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഗവൺമെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വ്യക്തികളും ഗവൺമെന്റുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ജുഡീഷ്യറിക്കാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ പണിഷ് ലോ ബ്രേക്കേഴ്സ്, ആരൊക്കെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യാം, പണിഷ്മെന്റ് കൊടുക്കുക. ഇതൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ഓഫ് ദ ജുഡീഷ്യറി നമുക്ക് കാണാൻ പറ്റും. ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റൂടാ. ഓക്കെ, ഇനി ഇതില് 1-2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടടാ. എക്സ്പ്ലെയിൻ ദ ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സുപ്രീം കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പരമോന്നത നീതിന്യായ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ നീതിന്യായ പീഠമാണിത് സുപ്രീം കോടതി. ഇതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നതാണിത്. പിന്നെ വേണ്ട ഒരു മിനിറ്റ്, ഏറ്റവും ടോപ്പ് നിൽക്കുന്ന നീതിപീഠമാണിത് സുപ്രീം കോടതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്താണ് പറയുക, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടേത് അല്ലേ. യെസ്, ലക്ഷ്മി മലയാളത്തിൽ ഇല്ലട നോട്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റമാണ്. അതായത് ലോവർ കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പോൾ ലോവർ കോർട്ടിൽ ഒരു കേസ് നമുക്ക് വേർഡിക്റ്റ് ഓക്കെ അല്ല, അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, അപ്പീൽ നൽകി ഹൈക്കോർട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ വേർഡിക്റ്റ് ഓക്കെ അല്ല, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, സുപ്രീം കോർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ജുഡീഷ്യൽ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോപ്പിലാണ് എന്ത് നിൽക്കുന്നത്, സുപ്രീം കോടതി നിൽക്കുന്നത്. അതിൽ ജൂറിസ്ഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അതായത് ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തന്നെ 2 ഗവൺമെന്റുകൾ തമ്മിൽ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് 2 സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിലൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഇപ്പോൾ 2 കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അല്ലെങ്കിൽ 2 സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് മാത്രമാണ്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സിന് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പറയുന്ന സുപ്രീം കോർട്ടിന് മാത്രമാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണത് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കീഴ്ക്കോടതികളുടെ വിധികളിൽ നമ്മൾ സംതൃപ്തരല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ നൽകിയിട്ട് എവിടെ വരെ പോവാം, സുപ്രീം കോടതി വരെ പോവാം. അപ്പോൾ ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലാണിത് സുപ്രീം കോടതി നമുക്ക് കാണാൻ പറ്റും. സുപ്രീം കോർട്ടിന് അപ്പുറമില്ല, സുപ്രീം കോർട്ടിലേക്ക് വരികയാണ്. ഹൈക്കോർട്ടിലെ ജഡ്ജ്മെന്റ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ വരെ പോവാം. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. സുപ്രീം കോർട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ദ അപ്പെക്സ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് അപ്പീലേറ്റ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സുപ്രീം കോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹൈക്കോർട്ടിലെ ജഡ്ജ്മെന്റ് ഓക്കെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലേക്ക് പോകാം. അതാണ് നമ്മൾ ഈ പറയുന്ന എന്ത് അപ്പീലേറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റിട്ട് ജുറിസ്ഡിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്, സുപ്രീം കോർട്ടിനുണ്ട് എന്നുള്ളതാണ്. ദെൻ അഡ്വൈസറി ജുറിസ്ഡിക്ഷന് ഇപ്പോൾ പ്രസിഡന്റിന് എന്താണ്, പ്രസിഡന്റ് ഉപദേശങ്ങൾ നൽകാനുള്ള ഏതെങ്കിലും ഇപ്പോൾ പബ്ലിക് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് മാറ്റേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആവട്ടെ, അവിടെയൊക്കെ പ്രസിഡന്റ് ഉപദേശങ്ങൾ നൽകാനുള്ള അധികാരം ആർക്കുണ്ട്, ജുഡീഷ്യറിക്ക് ഉണ്ട് എന്നുള്ളതാണ്, സുപ്രീം കോർട്ടിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഗൽഡാ, യെസ്, ഓക്കെ. നമ്മൾ ഇത് കൂടാതെ ക്വസ്റ്റ്യൻസ് പറയൂട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, നെക്സ്റ്റ് നാളെയല്ല മറ്റന്നാൾ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. അവിടെ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയും. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. അതുകൂടാതെ നാളത്തെ നമ്മുടെ മാരത്തോൺ ടൈമിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. കോൺസെപ്റ്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. പ്ലസ് നമ്മൾ സം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇനിയും പഠിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 days, ഇന്ന് നാളെ മറ്റന്നാൾ, ഈ 3 days മക്കൾ കംപ്ലീറ്റ് ഇന്ത്യ ടൈം സ്പെൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് ഇന്ത്യ പഠിക്കുക.
കൂടെ ഇരുന്നാൽ മാത്രം പോരാ, കൂടെ പഠിക്കുകയും വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ വെറുതെ ഇരുന്നുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കൂടെ ഇരുന്ന് പഠിക്കാമെന്ന് നിങ്ങൾ റെഡി ആവുന്നുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സാറേ ഞങ്ങൾ ലൈവ് കണ്ടോളാം എന്നുള്ളതല്ല, ലൈവ് കണ്ട് പഠിച്ചോളാം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 15 ചാപ്റ്റർ നമുക്ക് ഒരിക്കലും എന്തല്ല ഒറ്റയ്ക്കിരുന്ന് വായിച്ച് ഇത്രയും ചെറിയ ടൈം കൊണ്ട് ഫസ്റ്റ് മുതലേ പഠിച്ച് നമുക്ക് സെറ്റാക്കാം. ഒരു ഡൗട്ടില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് സെറ്റാക്കാം, അതിലൊന്നും ഒരു ഡൗട്ടില്ല. പക്ഷെ നമ്മൾ തലേന്നിരുന്ന് 15 ചാപ്റ്റേഴ്സ് സെറ്റാക്കാൻ പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ. മക്കൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ആദ്യത്തെ പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആദ്യം അവിടെ സ്റ്റെക്ക് ആവും. നമ്മൾ വേറെ എന്തിലേക്കെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്ക് ഒരു ചാപ്റ്റർ തീർക്കാൻ തന്നെ നമ്പർ ഓഫ് ഹവേഴ്സ് നമ്മൾ ആവശ്യമായിട്ട് വരും. പക്ഷെ നമ്മൾ ലൈവിൽ 15 ചാപ്റ്റേഴ്സിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വിത്തിൻ 2 hours ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാളത്തെ മാക്സിമം ഒരു 4+ hours ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യാം. എന്നാണ് നമ്മൾ അത്രയും ടൈം കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ 3 days മാക്സിമം നിങ്ങൾ പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ ഒരു ഫയർ കൂടി കമൻറ്റ് ബോക്സിൽ ഇടാം. ഈ 3 days ലൈവ് കാണാമെന്നല്ല, ലൈവ് കണ്ടുകൊണ്ട് ഞങ്ങൾ പഠിക്കും എന്ന് നിങ്ങൾ എൻഷോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സാറിന് വാക്ക് തരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫയർ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് ദെൻ റെഡ് ജൂറിസ്ഡിക്ഷൻ പറഞ്ഞു, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ നമ്മൾ പറഞ്ഞത്. പിന്നെ ഫെഡറലിസത്തിലേക്ക് പോകുമ്പോടാ ആരും ഫയർ ഒന്നും ഇടുന്നില്ലല്ലോ. സാറേ ഞങ്ങൾ ലൈവ് ഉണ്ടല്ലോ, പഠിക്കില്ല എന്നാണോ? Yes. What is federalism? Explain the features of federalism in India. എന്താണ് ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസം വിശദീകരിക്കുക, അതിന്റെ സവിശേഷതകൾ വിശദീകരിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, in federalism there are two sets of government, one at national level and other at regional level. Both governments are autonomous in their representative respective area. It means there is a division of power between center and state. In India, federation, because of all features of the federation are there. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഫെഡറലിസം എന്ന് പറയുമ്പോൾ 2 or more level of government ആണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയാം. ഓക്കെ, ബോത്ത് ലെവൽ ഓഫ് ഗവൺമെന്റ്, ഈ പറയുന്ന 2 അതിലധികമോ എന്തുണ്ടാവും, ഗവൺമെന്റുകൾ ഉണ്ടാവും. ഈ 2 ഗവൺമെന്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള അധികാര പരിധികൾ ഉണ്ടാവും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ 3rd ടയറും കൂടി ഉണ്ട് അല്ലേ, നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള അധികാരം ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള അധികാരം ഉണ്ടാവും. അതാണ് നമ്മുടെ ഒരു ഫെഡറലിസം എന്ന് പറയുന്നത്. 2 sets of government. There are 2 sets of government, one at central level and another at state level. 2 set of government ഉണ്ടാവും, ഒന്ന് സെൻട്രൽ ലെവലും മറ്റൊന്ന് സ്റ്റേറ്റ് ലെവലും, ഒന്ന് കേന്ദ്ര തലത്തിലും ഒന്ന് സംസ്ഥാന തലത്തിലും. ഒന്ന് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി സാർ ഗവൺ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റും നമ്മുടെ പിണറായി വിജയൻ സാർ ഗവൺ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും നമുക്ക് കാണാൻ പറ്റും. Then division of powers. There is division of powers between center and state. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ 7th schedule of the Indian Constitution consists of 3 lists. നമ്മൾ പറയുന്നത് 3 ലിസ്റ്റിലൂടെയാണ് ഈ പറയുന്ന ഓരോ ലെവൽ ഓഫ് ഗവൺമെന്റിന്റെ പവേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് ഗവൺമെന്റ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് കൺകറന്റ് ലിസ്റ്റിൽ. പക്ഷെ അപ്പ് ഹാൻഡ് ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 3-fold ലെജിസ്ലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. Then supremacy of the constitution. The power of the both central and state government are derived from the constitution. അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പവർ, എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവർ, ഇത് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ നമുക്ക് എന്തും കൂടി എടുക്കാം, ജുഡീഷ്യറി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ആരുണ്ട്, ജുഡീഷ്യറി ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഇഫ് ദർ എനി ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ്, ദിസ് ക്യാൻ ബി റിസോൾവ്ഡ് ബൈ ദ ജുഡീഷ്യറി ബേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അപ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സെൻട്രൽ ഗവൺമെന്റിന് മേ ബി വി ആർ ദ ബിഗ്ഗസ്റ്റ് എന്നൊരു തോന്നലുണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട്സിന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാണ് ജുഡീഷ്യറിക്കാണ് നമുക്ക് കാണാൻ പറ്റും. പരിഹാരം കണ്ടെത്തേണ്ടത് ജുഡീഷ്യറിയാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞ 3 ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് 97 ഐറ്റംസ് ആണുള്ളത്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിഫൻസ്, അതുപോലെ തന്നെ അറ്റോമിക് എനർജി, ഫോറിൻ അഫയേഴ്സ്, വാർ ആൻഡ് പീസ്, സിറ്റിസൺഷിപ്പ്, റെയിൽവേസ്, കമ്മ്യൂണിക്കേഷന്, ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, ഇൻകം ടാക്സ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, എയർവേസ്, പോർട്ട്, ഫോറിൻ ട്രേഡ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്.
അപ്പോൾ ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? യൂണിയൻ ഗവൺമെന്റിനാണ്, സെൻട്രൽ ഗവൺമെന്റിനാണ് യൂണിയൻ ലിസ്റ്റുള്ള കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം, ലോ മേക്കിംഗ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 61 ഐറ്റംസ് ആണുള്ളത്. ഇപ്പോൾ പോലീസ്, ലോ ആൻഡ് ഓർഡേഴ്സ്, പബ്ലിക് ഹെൽത്ത്, ലാൻഡ്, ഫിഷറീസ്, ലോക്കൽ ഗവൺമെന്റ്, അഗ്രികൾച്ചർ, റിപ്രസെന്റ്, ലിക്വർ, ട്രേഡ്, കൊമേഴ്സ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, സ്റ്റേറ്റ് പബ്ലിക് സർവീസ്, ഇതൊക്കെ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ലോ മേക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഇനി കൺകറന്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 52 ഐറ്റംസ് ആണ് നമുക്കുള്ളത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻസ്, മാരേജ്, പോപ്പുലേഷൻ കൺട്രോൾ, പ്രൈസ് കൺട്രോൾ, ഇലക്ട്രിസിറ്റി, ന്യൂസ് പേപ്പേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചർ ലാൻഡ്, ദെൻ അഡൾട്ടറേഷൻ, അഡോപ്ഷൻ, സക്സഷൻ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ബോത്ത് യൂണിയൻ ആൻഡ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് എ പവർ ടു മെയ്ഡ് ലെജിസ്ലേഷൻ ഓൺ ദീസ് സബ്ജക്ട്സ്. അപ്പോൾ ഈ സബ്ജക്ട്സിൽ ലോ മേക്ക് ചെയ്യാൻ ഈ പറയുന്ന യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആലോചിക്കേണ്ടത് ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാൽ അപ്ഹാൻഡ് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്, യൂണിയൻ ഗവൺമെന്റിനാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹായ് ഷാമിൽ, ഫ്രണ്ട് ആവാൻ താല്പര്യമുണ്ട്? ഫ്രണ്ട് ആയിട്ട് നമ്മൾ ഫ്രണ്ട് ആയിട്ട് നമ്മൾ ദോസ്ത്, വി ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, യെസ്, നമ്മളാണ് ഫ്രണ്ട്സ്, നമ്മളാണ് ശരിക്കും ഫ്രണ്ട്സ് കേട്ടോ. ഷമീൽ സെറ്റിലടാ, യെസ്, നമ്മളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ 8th ചാപ്റ്റർ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ളത്. ഓക്കെ, വാട്ട് ഇസ് എ നെസസിറ്റി ഓഫ് ലോക്കൽ ഗവൺമെന്റ്? ലോക്കൽ ഗവൺമെന്റിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? Apart from the central government and state government, it is the local governments that manage the development activities of district. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ 73rd and 74th അമെൻമെന്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗാന്ധിയുടെ ആശയം പ്രകാരമാണ് ഈ പറഞ്ഞ റൂറൽ ഏരിയാസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് വില്ലേജിനൊക്കെ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ലോക്കൽ ഇഷ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ വാർഡിൽ, നമ്മുടെ റോഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുടിവെള്ളമില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് വിചാരിക്കാം. ഇതൊക്കെ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും അതിന് കൃത്യമായിട്ടും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതും ആർക്കായിരിക്കും? ലോക്കൽ ലീഡേഴ്സിനായിരിക്കും. കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്ന കുടിവെള്ള പ്രശ്നമാവട്ടെ അല്ലെങ്കിൽ റോഡാവട്ടെ. അപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനും അത് ക്വിക്കായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആർക്ക് പറ്റും? ലോക്കൽ ലീഡേഴ്സിന് പറ്റും. അപ്പോൾ ലോക്കൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റും? ലോക്കൽ ലീഡേഴ്സിന് പറ്റൂടാ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും ലോക്കൽ ഏരിയാസിനെ കുറിച്ചുള്ള നോളജ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെ കൃത്യമായിട്ടും ഫണ്ട് യൂസ് ചെയ്യണം എന്നൊക്കെ ലോക്കൽ ലീഡേഴ്സിന് കൃത്യമായിട്ടും അവയർനെസ് ഉണ്ട്. ദെൻ ഒരു ഡെമോക്രസിയുടെ പില്ലേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഡെമോക്രസിയുടെ ഒരു സ്പിരിറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എടുക്കാം. കാരണം റിയലി ലോക്കൽ പീപ്പിൾസിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിലേക്ക് നേരിട്ട് ഇറങ്ങാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ ഒരു ഡിസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ താഴെത്തട്ടിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ നടപ്പിലാവും. നമ്മൾ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് പല രാജ്യത്തെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് എവിടെ ഉണ്ട്? നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അതായത് ജനസംഖ്യയെക്കാളും കൂടുതൽ, പല രാജ്യങ്ങളുടെയും ജനസംഖ്യയെക്കാളും കൂടുതൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് എവിടെ ഉണ്ട്? നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ഫയർ കൂടിയിട്ടടാ, ഇത്രയും ഓക്കെ ആണെങ്കിലടാ ഒരു ഫയർ കൂടിയിട്ടെ, ഒരു ഫയർ കൂടിയിട്ടെ. ശിബി, എനിക്ക് ഇൻസ്റ്റ ഇല്ലടാ, വാട്സപ്പ് നമ്പർ. ഓക്കെ, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെ കാണണ്ട അല്ലേ? യെസ്, ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യടാ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെ കൂട്ടാനോ അല്ലല്ലേ? സാർ ഇപ്പൊ പാട്ട് പാടാനാണ് അവിടെ വന്നിട്ടുള്ളത്? അല്ലടാ, സാറിന് സൗണ്ടൊന്നും ഇല്ല. ബേസിക്കലി ഇന്ന് ഞാൻ കുടിച്ച മെഡിസിൻസ് ഒക്കെ അത്രയും നമ്പർ ഓഫ് മെഡിസിൻസ് കുടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഫുഡ് എന്താ പറയുക ഇൻഫെക്ഷൻ ആയിട്ട് യെസ് വന്നതാണ്. ഓക്കെ, യെസ്, അപ്പൊ പാട്ടും ക്ലാസ് എടുക്കുന്നതിന്റെ സൗണ്ടിന്റെ പകുതി സൗണ്ടിലൂടാ. എന്റെ സൗണ്ട് ഇതൊന്നും അല്ലടാ, സൗണ്ട് ഇല്ല. ഓക്കെ, യെസ്, അപ്പൊ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യട്ടാ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഉള്ളൂ, ഫേസ്ബുക്ക് ഇല്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എക്സാമിന് മുട്ട വാങ്ങണോ മക്കളെ? വേണ്ടല്ലോ, എക്സാമിന് പാസ്സാവണ്ടേ? യെസ്,
എന്നെ പോലെ പഠിക്കുന്നതാണ് ജെറക്സ് പറയുന്നത്. അതാടാ പഠിക്ക് എന്നെ പോലെങ്കിലും പഠിക്കും. ജെറക്സിനെ പോലെ പഠിച്ചില്ലെങ്കിൽ എന്നെ പോലെങ്കിലും പഠിക്കടാ. യെസ്, ഓക്കെ. എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നല്ലേ. ഹായ്ഡാ ഷാമിൽ. ഷാമിലല്ലേ ഇപ്പോൾ വാട്സപ്പ് ഉണ്ടെന്നൊക്കെ വെച്ചത്, ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നൊക്കെ വെച്ചത് അല്ലല്ലേ? അല്ലേ? ആണോ? ഡൗട്ടായി. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഇടാ, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാ, വാട്ട് ഈസ് അമെൻമെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ദ അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, യെസ്. ഹായ്ഡ ഷാമി, ഹായ്ഡ മക്കളെ, ഹായ് മക്കളെ. യെസ്, മലയാളം നോട്ട് ഒപ്പിക്കാതെ. മലയാളം നോട്ട് കിട്ടിയില്ലടാ, സ്കൂളിൽ കിട്ടിയില്ല. നമ്മൾ ബോത്ത് ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എഴുതുന്ന സമയത്ത് അല്ലേ. യെസ്, ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ സാറ്. ഓക്കെ അല്ലേടാ മക്കൾക്ക്? ഓക്കെ ആവുന്നുണ്ടല്ലോ സാർ? ഇങ്ങനെ സ്പീഡ് പോകുന്നില്ലല്ലോ, മക്കൾക്ക് സെറ്റ് ആവുന്നുണ്ടല്ലോ അല്ലേ? സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടും എന്താണ് മക്കളുടെ അടുത്തേക്ക് വന്നതൊക്കെ വെറുതെ ആവും. സെറ്റ് ആവുന്നില്ലടാ? സെറ്റ് ആവുന്നില്ലേ? യെസ്, അതാണ് ആരാടത്? ആ, ദിൽന അല്ലേ? യെസ്, എല്ലാവരും പറയടാ. വയ്യ, എനിക്ക് വയ്യ. യെസ്, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യടാ. വാട്ട് ഈസ് അമെൻമെന്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ദ അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനിങ്ങനെ ഇവിടെ എത്തി നിൽക്കുകയാണ്. യെസ്, അപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. അമെൻമെന്റ് മീൻസ് റിമൂവ് ഓർ ഇൻക്ലൂഡ് എ ന്യൂ ലോ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ലോസ്. നമ്മൾ പറയുന്ന അമെൻമെന്റ് എന്ന് പറയുമ്പോൾ, ഭേദഗതി എന്ന് പറയുമ്പോൾ നിലവിലുള്ള ചില നിയമങ്ങൾ, പ്രൊവിഷൻസ് എടുത്തു കളയുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ചിലത് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഡീഷണൽ ഓർ ഡിലീഷൻ പ്രോസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. Okay, then Article 368 of the Indian Constitution outlines the two procedure for the amendment of the Constitution. However, there are 3 ways to amend the Constitution. നമ്മളിവിടെ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് 3 വേസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 9th ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട്. 15 ചാപ്റ്റേഴ്സ്. ഓക്കെ, നമ്മളൊരു 9 o'clock വൈൻഡപ്പ് ചെയ്യണം. യെസ്, അപ്പോൾ അമെൻമെന്റ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഡിലീഷൻ പ്രോസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ എടുത്തു കളയുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 368 പ്രകാരം 2 പ്രൊസീജിയറാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് 3 വേസിലൂടെയാണ് നമ്മൾ അമെൻമെന്റ് നടപ്പിലാക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ദർ ആർ മെനി ആർട്ടിക്കിൾസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് മെൻഷൻ that this article can be amended by a simple law of the parliament. It means these provisions can be amended by the majority of the members of each house present and voting simple majority. അതായത് ബോത്ത് ഹൗസസിലെയും പ്രസന്റ് വോട്ടേഴ്സിന്റെ സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അമെൻമെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 2 says the parliament may by law admit into the union or establish a new states on such terms and conditions as it thinks it. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പുതിയൊരു സ്റ്റേറ്റ് രൂപീകരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള നിയമങ്ങളിൽ പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ ബോത്ത് ഹൗസസിന്റെ മെജോറിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിയമം പാസ്സാക്കാൻ പറ്റും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ഇൻ ബോത്ത് ഹൗസ് ആൻഡ് സെപ്പറേറ്റ്ലി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് അമെൻമെന്റ് നമ്മൾ പറയുന്നതാ. Majority of the provisions of the Constitution can be amended by the special majority of the Parliament in both the House separately. It requires 2 different kinds of special majority. Majority of total strength of the each houses more than 50%. Then majority of 2/3 of the members of the each house present and voting. ഇവിടെ നമ്മൾ പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ഇൻ ബോത്ത് ഹൗസ് ആൻഡ് സെപ്പറേറ്റ്ലി നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞടാ. യെസ്, ഹായ് പ്രണവ്. യെസ്, ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞുള്ളത് മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഈച്ച് ഹൗസസിനെയും ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ മെജോറിറ്റി 50% മുകളിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ അതിന് മെജോറിറ്റി ഓഫ് 2/3 മെമ്പേഴ്സ് ഓഫ് ദ ഈച്ച് ഹൗസ് ഓഫ് ദ പ്രസന്റ് വോട്ടിംഗിൽ 2/3 മെമ്പേഴ്സിന് മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലോ പാസ് ആവുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമെൻമെന്റ് പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ അമെൻമെന്റും ഡൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മെത്തേഡിലൂടെ തന്നെയാട്ടോ. ഓക്കെ, ഹായ് പ്രണവ്, വിളിച്ചല്ലോടാ. യെസ്,
നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആർട്ടിക്കിൾ 368 പ്രകാരമുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡും തേർഡും ആർട്ടിക്കിൾ 368 പ്രകാരമാണ് കേട്ടോ. ഓക്കെ, വീണ്ടും പെസ് കളിക്കാനൊക്കെ ആൾക്കാർ വിളിക്കുന്നത് കഴിഞ്ഞിട്ട് വരടാ. യെസ്, ക്ലാസ് കഴിഞ്ഞിട്ട് വരട്ടാ സാറ്. യെസ്, ഓക്കെ. അപ്പോൾ some provisions can be amended by a special majority of the both house of the parliament and also with the consent of not less than half of the state legislatures by a simple majority. അപ്പോൾ നമ്മൾ പറയുന്നത് some provisions, ഈ ചില പ്രൊവിഷൻസ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റും അത് കൂടാതെ എന്ത് ചെയ്യണം, നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് ദ സിമ്പിൾ എന്താ പറയുക, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് ദ പാർലമെന്റ് ഓഫ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി റിജിഡ് ആണ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത അതന്നെ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ അതന്നെ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് കർക്കശവും അതുപോലെ തന്നെ കുറച്ചും കൂടി സുതാര്യവുമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ പറഞ്ഞ ഫ്ലെക്സിബിളും റിജിഡുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നേച്ചർ എന്താണെന്നാണ് നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത്. The flexible constitution is one that can be amended easily by a simple method, and a rigid constitution is one which is difficult to amend. Okay, അപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭേദഗതി വരുത്താൻ പറ്റും. റിജിഡ് എന്ന് പറയുമ്പോൾ കർക്കശമാണ്, കുറച്ച് എന്താണ് അത്ര ഈസി അല്ല, ഭേദഗതി വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നമുക്ക് കാണാൻ പറ്റും. For which amendment of a long difficult procedure is adopted. Then Indian constitution is both flexible as well as rigid because some of the articles of the constitution can be amended by the simple majority while other part of the constitution needed special majority and ratification by half of the 50% of the state assembly. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ചിലത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അമെൻമെന്റ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്, അല്ലെ കുറച്ച് എന്തുണ്ട്, കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലത് നമുക്ക് ഈസിലി അമെൻഡ് ചെയ്യാൻ പറ്റും, ചിലത് കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി ഡിസ്കസ് ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ലിവിങ് ഡോക്യുമെന്റ്. എങ്ങനെയാണ് ഒരു ഭരണഘടന ലിവിങ് ഡോക്യുമെന്റ് ആവുന്നത്? എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ലിവിങ് ഡോക്യുമെന്റ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് ആസ്പിറേഷൻ ഓഫ് ലിവിങ് ബീങ്സ്. നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു, ഡിക്ലെയർ ചെയ്തു, നിലവിൽ വന്നു. 2025 കഴിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. യെസ്, ഇപ്പോഴും അതേ ഭരണഘടന തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇപ്പോഴും ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വരുത്തേണ്ട അമെൻമെന്റ്സ് അല്ലെങ്കിൽ വരുത്തേണ്ട ഭേദഗതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യോ ഇക്കണോമിക് ആൻഡ് എന്താ പറയുക പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ ടൈമിൽ എന്ത് വരുത്തിയിട്ടുണ്ട്, ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക ലിവിങ് ഡോക്യുമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ this is a document which keeps the responding to the situations and the circumstances arising from the time to time. Like a living being, constitution respond to experience. A constitution is a dynamic document reflecting the movements and dynamism of the society. It continues to work for the society effectively because of its dynamisms and റെസ്പോൺസ് ടു ദ ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ സർക്കംസ്റ്റൻസ്. നമ്മൾ പറയുന്നത് കാലത്തിനനുസരിച്ച് മാറാൻ എന്തിനു പറ്റുന്നുണ്ട്, ഭരണഘടനയ്ക്ക് പറ്റുന്നുണ്ടെന്നുള്ള നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടനയ്ക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് സാധ്യമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഡെമോക്രസിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കണം. പോയിന്റ് ഔട്ട് ദ മെയിൻ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, supremacy of the constitution, federal system, secularism, democratic republic nature, rule of law and judicial review, fundamental rights, socio-economic justice, parliamentary government, independent judiciary. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ഒന്ന് മെല്ലെ മൂവ് ചെയ്യണം. ദ ഫിലോസഫി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ മെല്ലെ ഒന്ന് മൂവ് ചെയ്യണേ. The philosophy, 10th chapter ആണ് the philosophy of Indian constitution.
എക്സ്പ്ലെയിൻ ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആക്ച്വലി നമ്മുടെ സൂപ്പർ 30 ഒരു ചാപ്റ്ററിന് 3 ക്വസ്റ്റ്യൻ വെച്ചെടുത്താൽ നമ്മുടെ ഒരു ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചാൽ തന്നെ സൂപ്പർ 30 ആയി. പ്ലസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് സാർ സൂപ്പർ 30 അല്ലേ പറഞ്ഞത്, അപ്പോൾ സാർ ഒരു ചാപ്റ്ററിന് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 45 ക്വസ്റ്റ്യൻസ് ആവും എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. സം ചാപ്റ്റേഴ്സ് നമ്മൾ 2 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് ചിലപ്പോൾ 2+ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തേക്കാം. ഒരു 35+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ സൂപ്പർ 30. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 35 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് certain moral values and good ideals. These are the aims to make liberal, democratic, അതുപോലെ തന്നെ egalitarian and secular society. So we should have a philosophical approach to identify these moral contents in our constitution. Some of them are follows. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രധാനപ്പെട്ട മോറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്രെയിം ചെയ്തിട്ടുള്ളടാ. നാവൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ ചുണ്ടൊന്ന് കടിച്ചു സീൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇൻകോർപ്പറേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൗലികാവകാശം എന്തുറപ്പ് വരുന്നുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then social justice. Indian constitution contains certain provisions for the reservation for scheduled castes and scheduled tribes. It also protects the interest of weaker section and minorities in society. അപ്പോൾ തന്നെ റിസർവേഷൻ. അപ്പോൾ നമ്മുടെ വിക്കർ സെഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സോഷ്യലി ഫോം ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഇൻ പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി അവരെന്ത് ചെയ്തു, ഡിപ്രസ് ചെയ്ത് വെച്ചു. ദെൻ അവർക്ക് ഗ്രോത്ത് ഉണ്ടായില്ല, അവരെ ഭയങ്കരത്തിൽ എന്ത് ചെയ്തു, ക്രൂവലി ട്രീറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അവരെ ഈക്വലൈസ് ചെയ്യാനാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, റിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഈക്വാലിറ്റി ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാവരും ഈക്വൽ അല്ല, ഒരാൾ ഇവിടെയും ഒരാൾ ഇവിടെയും നിൽക്കുകയാണ്. അപ്പോൾ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവരെ കൂടി ഇവിടെ എത്തിക്കണം എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ വിക്കർ സെഷൻസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്, റിസർവേഷൻ കൂടി എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. നമ്മളോട് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡോമിനൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മെജോറിറ്റി ഗ്രൂപ്പ് മൈനോറിറ്റിയുടെ മേലെ എന്ത് ചെയ്യാം, ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അവരെ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പറ്റുന്നുണ്ട്. സെക്യുലറിസം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പെർട്ടിക്കുലർ റിലീജിയനും ഒഫീഷ്യൽ റിലീജിയനായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എല്ലാ റിലീജിയനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ റിലീജിയനും മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് നമുക്ക് കാണാൻ പറ്റും. സെക്യുലറിസമാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ 18 years ആയിട്ടുള്ള ഏതൊരാൾക്കും റെസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ എന്ത് ചെയ്യാൻ പറ്റും. 15 ചാപ്റ്റേഴ്സ് അല്ല, ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഇടാം. റെസ്പെക്ട് ഇവിടെ 15 ഇട്ടാൽ ചിലപ്പോൾ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി 15 അടുത്ത പേജിൽ ഇടാം. യെസ്, അപ്പോൾ റെസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ റൈറ്റ് ടു വോട്ട് ആണ്. ദ പൊളിറ്റിക്കൽ റൈറ്റ് ആണ് അത്. 18 years ആയാലും വോട്ട് ചെയ്യാം, ആർക്കും വോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഫെഡറലിസം. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് 2 or more ലെവൽ ഓഫ് ഗവൺമെന്റുകളാണ് അവിടെ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടും റീജിയണൽ ഡൈവേഴ്സിറ്റീസും കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഒക്കെ റിയലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേരളം, മലയാളികൾക്ക് കേരളം, തമിഴ് സ്പീക്കേഴ്സിന് തമിഴ്നാട്, കന്നഡ സ്പീക്കേഴ്സിന് കർണാടക, ഇങ്ങനെ ഓരോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിൻ്റെയും ദർ ഓൺ ലാംഗ്വേജ് പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ട്. നേരെ മറിച്ച് എല്ലാം ഒറ്റ രാജ്യം, അവിടെ സ്റ്റേറ്റുകളില്ല, സ്റ്റേറ്റിന് അധികാരമില്ലെങ്കിൽ മലയാളികളാണെങ്കിലും തമിഴ്നാട്ടിലെ ആളുകളാണെങ്കിലും കർണാടകക്കാരാണെങ്കിലൊക്കെ ഒരേ ലോ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് കുഡ് ബി ഡിഫിക്കൽട്ടി. എക്സാമൊക്കെ ഇപ്പോൾ PSC ഉണ്ടാവില്ല, നേരെ കുറച്ച് UPSC മാത്രമേ ഉണ്ടാവുള്ളൂ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഡിഫിക്കൽട്ടി ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടും റീജിയണൽ ഡൈവേഴ്സിറ്റീസ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അധികാരം വികേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ വിതരണം ചെയ്തുകൊണ്ട് ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് മേജർ ആയിട്ടുള്ള. ദെൻ നാഷണൽ ഐഡന്റിറ്റി കൂടി. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ബാലൻസിങ് ദ റീജിയണൽ ഐഡന്റിറ്റി ആസ് വെൽ ആസ് നാഷണൽ ഐഡന്റിറ്റി അറ്റ് ദ സെയിം ടൈം പ്രിഫറൻസ് ഈസ് ഗിവൻ ടു ദ കോമൺ ഐഡന്റിറ്റി. നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീജിയണൽ ഐഡന്റിറ്റി ഉണ്ട്, വി ആർ ദ മലയാളീസ്. അറ്റ് ദ സെയിം ടൈം നാഷണൽ ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പെക്സ് ആയിട്ട് വരുന്നത് വി ആർ ദ ഇന്ത്യൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അല്ലെ. ഇപ്പോൾ വിരാട് കോഹ്ലി 6 അടിച്ചാലും സഞ്ജു സാംസൺ 6 അടിച്ചാലും സച്ചിൻ തെണ്ടുൽക്കർ 6 അടിച്ചാലും നമ്മൾ കൈയടിക്കും. കാരണം എന്താ, നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവരുടെ ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ റിലീജിയനോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ കൈയടിക്കുക അല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ,
And what are the limitations of Indian Constitution? The Indian Constitution has a centralized idea of national unity. It neglects some important issues of gender justice, particularly within the family. It does not exactly provide a certain basic socio-economic rights as fundamental rights. Socio-economic rights, fundamental rights ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ജെൻഡർ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നില്ല. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, എസ്പെഷ്യലി ഫാമിലി ഇഷ്യൂസിൽ. ഓക്കെ, ഓക്കെ. അപ്പോൾ ക്രിറ്റിസിസം, എക്സ്പ്ലെയിൻ ദ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അൺവൈഡ്ലി, then unrepresentative, alien to Indian Constitution. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ unwidely ആണ്. The criticism argue that the state document should be compact. In India, many statements are included then in a single document, and this has made the document somewhat larger size. ഇവിടെ പറഞ്ഞ unwidely ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാർജ് ഇഷ്യൂസ് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന് പറ്റുന്നില്ല എന്നുള്ളതാണ്. then unrepresentative nature ആണ്. when the Constituent Assembly was formed, we did not have adult franchise and most of the members of the Constitution come from the upper class. ഈ പറയുന്ന അൺറെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൽ കൂടുതലും അപ്പർ കാസ്റ്റിൽ പെട്ട ആളുകളായിരുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. then it is true that Constituent Assembly was not represented in nature. At the same time നമ്മൾ കാണുന്നത് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എന്താ പറയുക അപ്പർ കാസ്റ്റിലുള്ള ആളുകളുടെ ഡോമിനൻസ് ഉണ്ടായിരുന്നു എന്നുള്ള റിയാലിറ്റി ആണ്. then alien document ആണ്. in third criticism leveled against the constitution is that all borrowed articles by the article from western countries. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്ന പല ആർട്ടിക്കിൾസും വെസ്റ്റേൺ കൺട്രീസ് അഡോപ്റ്റ് ചെയ്താണ്, ബോറോ ചെയ്ത് എന്നുള്ളതാണ് റിയാലിറ്റി ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിനനുസരിച്ചും ഇന്ത്യൻ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചും അവരുടെ ഇതിലാണ് അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട്സ് ദ കൾച്ചർ ഓഫ് അവർ കോണ്ടിനസ് ആൻഡ് പീപ്പിൾ. നമ്മുടെ ഇന്ത്യക്ക് അനുയോജ്യമായതല്ല, നമ്മൾ വെസ്റ്റേണിനും എന്ത് ചെയ്തിട്ടുള്ള അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോറോ ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അത് നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ടെന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്രിറ്റിസിസം ആണ്. ഓക്കെ, ആളുകളുടെ വിമർശനങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, then explain the content of Indian political philosophy. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാ individual freedom, social justice, respect for diversity and minority rights, secularism, universal franchise, national identities, federalism ഒക്കെയാണ് പ്രധാനമായിട്ടും എന്ത് വരുന്നത് നമ്മുടെ ഫിലോസഫിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇടാ പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ 11th ചാപ്റ്റർ. അതിൽ വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി, വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തിയറി. എന്താണ് പൊളിറ്റിക്കൽ തിയറി, എന്താണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിലൂടെ പഠിക്കുന്നത്? പൊളിറ്റിക്കൽ തിയറി എക്സാമിൻസ് ബേസിക് വാല്യൂസ്, ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷേപ്പ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ്സ് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ ബേസിക് വാല്യൂസും ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദാറ്റ് ഷേപ്പ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ ലൈഫ് എല്ലാം എന്ത് ചെയ്യാണ്, സിസ്റ്റമാറ്റിക് മാനറിലൂടെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Then it clarifies the meaning and the significance of concepts such as freedom, equality, സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ ജസ്റ്റിസ്, നീതി, അതുപോലെ തന്നെ ഡെമോക്രസി, ജനാധിപത്യം, സെക്യുലറിസം, അതേതരത്തിൽ ഇതുപോലുള്ള ആശയങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യാണ് ക്ലാരിറ്റി നമുക്ക് നൽകാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ തിയറിയിലൂടെ ചെയ്യുന്നടാ. യെസ്, then thus the objective of the political theory is to train to citizen to think rationally about the political questions and access the political events of our time. നമുക്ക് ഇപ്പൊ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അവയർനെസ് ഉണ്ടാവണം. നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവം അല്ലെങ്കിൽ നിങ്ങളെക്കാളും മോശമായ ആളുകൾ നിങ്ങളെ ഭരിക്കുന്ന സാഹചര്യം വരും. അതായത് നമുക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ തിയറിയുടെ അൾട്ടിമേറ്റ് എയിമും നമുക്ക് കാണാൻ പറ്റും. പൊളിറ്റിക്കൽ ഐഡിയോളജി നമുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അവയർനെസ് നമുക്കില്ലെങ്കിൽ, പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നില്ല, പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ലാതിരിക്കാം, ഓരോ ആളുകളുടെയും പെർസ്പെക്റ്റീവാണ്, അവരുടെ ഓരോ ആളുകളുടെയും ഫ്രീഡമാണ്. പക്ഷെ പൊളിറ്റിക്കൽ നോളജ് നമുക്കില്ലെങ്കിൽ, പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ, ഓക്കെ, നമ്മളെക്കാളും മോശം ആളുകൾ നമ്മളെ ഭരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ളതാണ് പറയുന്നത്. 9 o'clock 9:10 നമ്മൾ കംപ്ലീറ്റ് ചെയ്യടാ. ദെൻ
പൊളിറ്റിക്കൽ തിയറി ട്രെയിൻ സിറ്റിസൺസ് ടു തിങ്ക് റാഷണൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, കുറെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എടാ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്കൽ തിയറിയും പൊളിറ്റിക്സും എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറൻസസ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ദ വേർഡ് politics was first used by the Aristotle, who is the father of political science. The Greek polis means related to city. It is from the word politics came. അപ്പോൾ നമുക്കിവിടെ ഗ്രീക്ക് വേർഡ് എന്നാണ്, പോലീസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, പൊളിറ്റിക്സ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് സിറ്റി. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ സിറ്റി എന്നൊക്കെ മീനിങ് വരുന്ന അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അത് മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ഇറ്റ്സ് ആക്ച്വലി മീൻസ് ഐഡിയാസ് റിഗാർഡിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ദ ആൻഷ്യൻ ഗ്രീസ്. അപ്പോൾ ആൻഷ്യൻ ഗ്രീസിലുള്ള സിറ്റി സ്റ്റേറ്റ്സിന്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് പൊളിറ്റിക്സ് എന്നുള്ള ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then in the modern period, politics is a political art. Political theory or political vision is the ideas regarding the relation between men, social creature and a nation. In political theory, we learn in the following. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ പൊളിറ്റിക്കൽ എന്ന് പറയാം, നമ്മളിവിടെ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ സോഷ്യൽ ക്രിയേച്ചറും നാഷനും അതുപോലെ തന്നെ മാനും റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് പൊളിറ്റിക്കൽ തിയറിയിൽ ആക്ച്വലി ഉള്ളത്. അപ്പോൾ സ്റ്റഡീസ് അബൌട്ട് മാൻ ആണ് വരുന്നത്, സ്റ്റഡീസ് റിഗാർഡിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവൺമെന്റ് ആണ് വരുന്നത്, സ്റ്റഡീസ് അബൌട്ട് പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ആണ് വരുന്നത്, സ്റ്റഡീസ് അബൌട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി ആണ് വരുന്നത്, സ്റ്റഡീസ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെയാണ് നമ്മൾ എന്തിൽ വരുന്നത്, പൊളിറ്റിക്കൽ തിയറീസിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഓൾ ആർ പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ തിയറീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? എന്തിനാണ് സാർ ഞങ്ങൾ പൊളിറ്റിക്കൽ തിയറി ഒക്കെ പഠിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാതിരുന്നൂടെ എന്നാണ് മക്കൾ ചോദിക്കുന്നത്. കേട്ടാ, ഇറ്റ് ഈസ് റെലവെന്റ് ഫോർ ഓൾ ദ പ്രൊഫഷൻസ് എക്സെപ്റ്റ് ദ എഞ്ചിനീയേഴ്സ്, doctors or mathematicians to have basic knowledge of political ideas and informations to shape the public opinion. It encourages us to examine our ideas and feelings about the political activities. We can differentiate between just or unjust reactions and actions. നമ്മളിവിടെ പറഞ്ഞത് ഒരുവിധം എല്ലാ പ്രൊഫഷൻസും, ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്ഷൻ അല്ലാത്ത എല്ലാ പ്രൊഫഷൻസിനും പൊളിറ്റിക്കൽ തിയറി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയാസ്, ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടാവാനും എന്താണ് ജസ്റ്റിസ്, എന്താണ് അൺജസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് വേണം, പൊളിറ്റിക്കൽ നോളജ് വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ തിയറി ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നടാ നമുക്ക് ഫ്രീഡത്തിലേക്ക് പോവാം. ഓക്കെ, ഫ്രീഡം എന്താണ് നമുക്ക് നോക്കാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഫ്രീഡം ഇസ് എ റെസ്ട്രിക്റ്റ് ഫ്രീഡം ഇൻ ഇറ്റ്സ് റെസ്ട്രിക്റ്റഡ് സെൻസ് ഈസ് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. ഫ്രീഡം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളുടെ അഭാവത്തെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, നിന്റെ ഫുൾ നെയിം എന്താന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കെന്ത് പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ എന്നടാ എന്നാ ഇങ്ങ പേസിട്ട് இருக்க, എല്ലാവരും ക്ലാസ് பாருங்கோ, இங்க பொலிட்டிக்கல் சயின்ஸ் கிளாஸ் தானே நடக்கணே, எதுக்கு இந்த மாதிரி இல்லாம உங்களை பேர் என்ன, உங்களுக்கு சௌக்கியமா, இப்படி இல்லாம பேசிட்டு இருக்க, எல்லாரும் கிளாஸில் தான் கான்சென்ட்ரேட் பண்ணுங்க. ஓகே, பொலிட்டிக்கல் சயின்ஸ் கிளாஸ் மட்டும் கான்சென்ட்ரேட் பண்ணுங்க. யா, ഓക്കെ, യെസ്. ഓക്കെ, വാട്ട് ഇസ് ഫ്രീഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൺസ്ട്രൈൻസിന്റെ അബ്സെൻസ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങളുടെ അഭാവത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബട്ട് ഇൻ അവർ സോഷ്യൽ ലൈഫ് സം ഫോംസ് ഓഫ് സോഷ്യൽ കൺസ്ട്രൈൻസ് ആർ നെസസറി. പക്ഷെ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നിയന്ത്രണങ്ങളേ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അല്ലടാ, നിയന്ത്രണങ്ങളേ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ കമന്റ് വായിക്കുമ്പോൾ കമന്റ് വായിച്ചിട്ട് മക്കളോട് കൊയ്ത്തരം നിർത്തടാ എന്ന് പറയുമ്പോൾ കൊയ്ത്തരം നിർത്താൻ നിയന്ത്രണങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് എക്സാമിന് വരുന്നുണ്ട്, അല്ലേ? യെസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലടാ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരും കേട്ടോ. യെസ്, അപ്പോൾ ചില കൺസേൺസ് ആർ ഇമ്പോർട്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരാളെ അടിക്കാം അല്ലെങ്കിൽ ഒതുക്കാം, അല്ലേ, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായാൽ അത് റിസ്ക് ആണ്. അപ്പോൾ ചില കൺസേൺസ് ആർ നെസസറി. ഇൻ ഇറ്റ്സ് പോസിറ്റീവ് ഡയമെൻഷൻ, ഫ്രീഡം ഈസ് അബൌട്ട് എക്സ്പാൻഡിങ് ദ എബിലിറ്റി ഓഫ് ദ പീപ്പിൾ ടു ഫ്രീലി എക്സ്പ്രസ് ദംസെൽവ്സ് ആൻഡ് ഡെവലപ്പ് ദെയർ പൊട്ടൻഷ്യൽ. ഇൻ ദിസ് സെൻസ്, ഫ്രീഡം ഇസ് കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ ഡെവലപ്പ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് കപ്പാസിറ്റീസ്. അപ്പോൾ ഏതൊരു വ്യക്തികൾക്കും അവരുടെ എന്താണ് പറയുക, ആ കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ എന്താണ് അവരുടെ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ സാർ, எனக்கு கொஞ்சம் கொஞ்சம் தமிழ் தெரியும், ஏன்னா நான் தமிழ் மூவிஸ் ரொம்ப பார்த்துருக்கு, அதனால எனக்கு கொஞ்சம் கொஞ்சம் தமிழ் தெரியும்.
விஜய் சேதுபதி அந்த மாதிரி எல்லாமே ஆளுகள் நடித்த மூவிஸ் நான் பார்த்துருக்கேன். அதனால எனக்கு கொஞ்சம் கொஞ்சம் தமிழ் தெரியும். விஜய் சேதுபதி மட்டும் இல்லை, ஒரு விதம் எல்லா தமிழ் ஆக்டர்ஸிൻ്റെയും மூவிஸ் நான் பார்த்துருக்கேன். ஓகே, எஸ், அதனால கொஞ்சம் கொஞ்சம் தமிழ் எனக்கு தெரியும். ബേസിക്കലി ആമേ മലയാളി ട്ടാ. സാറ് തമിഴ്നാടാണെന്ന് ചോദിക്കണ്ട. And what do you know about Swaraj and summarize Gandhi's ideas about Swaraj? Okay, എന്താണ് സ്വരാജ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗാന്ധിയൻ പൊളിറ്റിക്സിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ സ്വരാജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്തിരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അല്ലേ. ദിസ് ഈസ് എ ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് റിഗാർഡിംഗ് ദ ഫ്രീഡം. സോ മീൻസ് സെൽഫ് ആൻഡ് രാജ് മീനിങ് റൂൾ, സെൽഫ് റൂൾ എന്നുള്ളതാണ് സ്വരാജ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്വരാജ് ഈസ് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു വേർഡ്സ്. ഇറ്റ് മീൻസ് സെൽഫ് റൂൾ. ഹൗവർ ഗാന്ധിസ് കോൺസെപ്റ്റ് സ്വരാജ് ഹാഡ് ഇറ്റ്സ് ഓൺ മീനിങ്. In his books, in Swaraj, he has explained the concept of Swaraj. Gandhi believed that the Swaraj means self-control. It is only when we learn to rule ourselves there will be Swaraj. അപ്പോൾ സ്വരാജ് എന്ന് പറയുമ്പോൾ സെൽഫ് റൂൾ എന്നാണ്. പക്ഷേ ഗാന്ധിയുടെ ആശയം കൃത്യമായിട്ടും ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ കൃത്യമായിട്ട് ഗാന്ധി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ്. അതെങ്ങനെ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ, നമ്മുടെ രാജ്യം നമ്മൾ ഭരിക്കുമ്പോൾ മാത്രമേ അത് പോസിബിൾ ആവുന്നുള്ളതാണ് സ്വരാജിലൂടെ ഗാന്ധിജി പറയുന്നത് കേട്ടോ. ഓക്കെ, then Swaraj is not mere freedom. It is a freedom to reclaim from the institutions that destroy human virtues, a person's self-esteem and his sense of responsibility, and ensures of his fulfillment. Gandhi believed that in attainment of Swaraj, person's individuality and its relations with the community and society play a crucial role. അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന സ്വരാജ് എന്ന് പറയുമ്പോൾ ഫ്രീഡം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ബ്രിട്ടീഷേഴ്സിന് അല്ലെങ്കിൽ പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയുടെ കയ്യിൽ നമ്മൾ സ്വതന്ത്രമാവുമ്പോൾ മാത്രമേ സ്വരാജ് പോസിബിൾ ആവുന്നുള്ളൂ. സ്വരാജ് പോസിബിൾ ആകുമ്പോൾ മാത്രമേ ഒരു ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ സൊസൈറ്റിയുമായിട്ടും കൂടുതൽ റിലേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഗാന്ധിജിയുടെ ഒപ്പീനിയൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആരടാ ദിൽഷാദ് കമ്മിറ്റഡ് ആണോ? 2 മക്കളുണ്ടടാ. കമ്മിറ്റഡ്, കല്യാണം കഴിഞ്ഞു, 2 മക്കളുണ്ട് കേട്ടോ. ഓക്കെ, 2 കുട്ടികളുണ്ട്. യെസ്, then ഒന്ന് രണ്ട് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ ഓട്ടോബയോഗ്രഫി ഓഫ് നെൽസൺ മണ്ടേല നോക്കുകയാണെങ്കിൽ ലോങ് വാക്ക് ടു ഫ്രീഡം ആണ്. ദെൻ മെൻഷൻ 2 ആസ്പെക്ട്സ് ഓഫ് ഫ്രീഡം നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫ്രീഡം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ നാളത്തെ ക്ലാസ്സിൽ തരും കേട്ടോ. നാളത്തെ മാരത്തോൺ കഴിഞ്ഞാൽ തരും കേട്ടോ. ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇക്വാലിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ 13 ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇക്വാലിറ്റി. വാട്ട് ഇസ് മീൻ ബൈ ഇക്വാലിറ്റി? എക്സ്പ്ലെയിൻ ദ 3 dimensions ഓഫ് ഇക്വാലിറ്റി. ഒരു ഷോർട്ട് എസ്സേ, ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇക്വാലിറ്റി മീൻസ് ഓൾ ഹ്യൂമൻ ബീങ്സ് ഹാവ് ഈക്വൽ വർത്ത് റിഗാർഡ്ലെസ് ഓഫ് ദർ കളർ, ജെൻഡർ, റേസ് ഓർ നാഷണാലിറ്റി. എല്ലാ ആളുകൾക്കും, യെസ്, ഇല്ലടാ, അറബി അറിയില്ലടാ. യെസ്, എല്ലാ ആളുകൾക്കും അവരുടെ എന്താ പറയുക നിറത്തിൻ്റെയോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക വർണ്ണത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിലൊന്നും എന്താണ്ടാവാൻ പാടില്ല. യെസ്, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. Then all human beings deserves equal consideration and respect. Hence, they are entitled some rights and opportunities to develop their skills and talents. There are mainly 3 dimensions of equality which we need to make a just and equal society. These are. അപ്പോൾ നമ്മൾ പറയുന്നത് ഇക്വാലിറ്റി കൊണ്ട് നമ്മൾ 3 dimensions ആണ് മെയിനായിട്ടും പറയുന്നത്. എന്താണ്? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ് ഫസ്റ്റ് വരുന്നത്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ഹാവ് ദ ഈക്വൽ വോയ്സ് ഇൻ ദ ഗവൺമെന്റ് ആൻഡ് ഈക്വൽ ആക്സസ് ടു ഓൾ ഓഫീസസ് ഓഫ് ഗവൺമെന്റ്. ഇറ്റ് ഇൻവോൾവ്സ് ദ റൈറ്റ് ടു വോട്ട്, right to contest elections and right to hold the public offices and right to criticize the government, etc. These rights are the enable the citizens to participate in the affairs of the state. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ്. എല്ലാ ആളുകൾക്കും നമുക്ക് കാണാൻ പറ്റുന്നത് യെസ് ആസ് പെർ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, 18 വയസ്സായാലും വോട്ട് ചെയ്യാൻ പറ്റും. 21, 25, 30, 35 അങ്ങനെ ഓരോ ഏജ് ക്രൈറ്റീരിയയിൽ ഓരോ പോസ്റ്റിലേക്കും ഇലക്ഷന് മത്സരിക്കാനും പറ്റും. അതുകൂടാതെ പബ്ലിക് ഓഫീസസ് ഹോൾഡ് ചെയ്യാനും പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ അതുകൂടാതെ പബ്ലിക് എന്താ പറയുക ഓഫീസസ് ഹോൾഡ് ചെയ്യാനൊക്കെ എന്തുണ്ട്, അധികാരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ആളുകൾക്കും ഈക്വലിയാണ്, അവിടെ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാ ആളുകൾക്കും തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കിട്ടുന്നത്. എല്ലാ ആളുകൾക്കും തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ,
ദെൻ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഈക്വലി ആണ് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പോൾ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയോടെ മാത്രമേ ആളുകളുടെ ഈക്വൽ വോയിസ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, റൈസ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ സർ നേരെ പഠിപ്പിച്ചതൊരു ഇഷ്ടപ്പെട്ട നമ്മൾ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. കോൺസെപ്റ്റ് ക്ലാസ് നാളെയാണ്. ഓക്കെ യെസ് അപ്പോൾ സോഷ്യൽ ഇക്വാലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ഓൾ ആർ എൻജോയിങ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് equality of opportunity in the society. There is no discrimination to any section of the society on the ground of religion, caste, gender, race, wealth or കളർ ഓർ സോ ഓൺ. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു രീതിയിലുള്ള വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. ഒരാളുടെ സോഷ്യൽ ഒരു രീതിയിലുള്ള എന്ത് ചെയ്യാൻ പാടില്ല, വേർതിരിവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ ഒരു കൈൻഡ് ഓഫ് വേർതിരിവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ ഇക്വാലിറ്റി കൺസേൺഡ് ദാറ്റ് ഇക്വാലിറ്റീസ് ആർ ക്രിയേഷൻ ഓഫ് ദ സൊസൈറ്റി സോ ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് ഹാവ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ പ്രിവെന്റ് ദ ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് ദ നെഗ്ലക്റ്റഡ് സെക്ഷൻ ഇൻ ദ സൊസൈറ്റി. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രീവിയസ് സൊസൈറ്റീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു. ഒരേ റോഡിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല, ഒരേ കിണർന്ന് വെള്ളം എടുക്കാൻ പാടില്ല, ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും സൊസൈറ്റിയിൽ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ സോഷ്യൽ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലൊക്കെ ഈക്വലി പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അതാണ് ഇവിടെ നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then economic equality നോക്കുകയാണെങ്കിൽ economic equality means all should enjoy the wealth and of the state equally. എല്ലാ ആളുകളും ഈ പറഞ്ഞ സ്റ്റേറ്റിന്റെ വെൽത്ത് ഈക്വലി എൻജോയ് ചെയ്യുക. ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലി ആയിരിക്കണം. അതായത് ചില ആളുകൾക്ക് കൂടുതൽ വെൽത്ത്, ചില ആളുകൾക്ക് കുറവ് വെൽത്ത്, അങ്ങനെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഇക്കണോമിക് റിസോഴ്സ് ഓഫ് എ കൺട്രി ഷുഡ് നോട്ട് ബി കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. എന്താ പറയുക, നമ്മുടെ വെൽത്ത് ഒന്നും കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ എല്ലാ ആളുകൾക്കും ഈക്വലി എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ആർഗ്യൂഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് എൻഷുർ ദ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ടു ഓൾ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. Then it involves equal opportunities in education and employment, equal pay for equal work, abolition of poverty. ഇതിൽ എന്തൊക്കെയാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക, ഈക്വൽ പേ, ഈക്വൽ വർക്കിന് ഈക്വൽ പേ കൊടുക്കുക, ഈക്വൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോവർട്ടി കാര്യങ്ങളൊക്കെ മാക്സിമം അബോളിഷ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, അതൊക്കെയാട്ടോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി നമ്മൾ പറയുന്നതാ. ഇനി ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി ക്യാൻ ബി അബോൾസ്ഡ് ബൈ ലോ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോൾസ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒഫീഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അബോൾഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതിലൂടെ ലോ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. Inequality through differential treatment. Sometimes formal equality is not sufficient to realize the principles of equality. Hence, it is necessary to treat people differently. Certain difference between people may have to be taken into account for this purpose. Some countries have used policies of affirmative actions to enhance equality of opportunity. In our country, we have relied on the policy of reservation. But നമ്മൾ പറയുന്നത് ഇപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളത് നമ്മൾ ലീഗലി ഡിക്ലെയർ ചെയ്തു. ഇത് മാത്രം പോരാത്ത സിറ്റുവേഷൻ വരും. ചില രാജ്യങ്ങൾ അതിനുവേണ്ടി പ്രത്യേക എന്ത് ചെയ്യും, സംരക്ഷണ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് എടുക്കുകയാണെങ്കിൽ റിസർവേഷൻ പോലുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് ഇക്വാലിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫോർമലി മാത്രം ഇത് പോസിബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ ലീഗലി മാത്രം ഇത് പോസിബിൾ ആവണമെന്നില്ല. സോഷ്യലി കൂടി ഇത് റിക്കഗ്നൈസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് പോസിബിൾ ആവുന്നുള്ളൂ. സോഷ്യലി കൂടി ഇത് എന്ത് ചെയ്യണം, ആളുകൾ എഗ്രി ചെയ്യുമ്പോൾ മാത്രമേ ഇത് പോസിബിൾ ആവുന്നുള്ളൂ. In ഈ ചാപ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി. ഇക്വാലിറ്റിയും ലിബർട്ടി തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ദർ ഇസ് ആൻ inseparable relation between liberty and equality. Liberty and equality are like two sides of a coin. Equality without liberty is meaningless, and here are their relations. നമ്മളോട് പറയുന്നത് somebody who takes the words in their bare meaning, he may argue that they are constructory. Then full liberty will deny to many people and thus destroy equality. A certain amount of control on a person's liberty comes to in full equality. ഇവിടെ നമ്മൾ പറയുന്നത് ലിബർട്ടിയും ഇക്വാലിറ്റിയും ഒരേ കോയിൻ ടു സൈഡ്സ് ആണ്. ഇത് കംപ്ലീറ്റ് ലിബർട്ടി അലോ ചെയ്യുമ്പോൾ അവിടെ ഇക്വാലിറ്റി പോസിബിൾ ആവുന്നില്ല. സെർട്ടൻ കൺസ്ട്രെയിൻസ് ആർ ഡിമാൻഡഡ് അല്ലെങ്കിൽ നെസസറി നമുക്ക് കാണാൻ പറ്റും. അതായത് ഇക്വാലിറ്റി പോസിബിൾ ആവണമെങ്കിൽ
എന്ത് വേണം, സെർട്ടൻ എമൗണ്ട് ഓഫ് കൺട്രോൾ വേണം. അറ്റ് ദ സെയിം ടൈം ലിബർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വാലിറ്റി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അതർ സൈഡ് കൂടി നമുക്കവിടെ കാണാൻ പറ്റും. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുല്യത അനുഭവിക്കാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം സ്വാതന്ത്ര്യം എന്താ പറയുക, നിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഇക്വാലിറ്റിക്ക് അല്ലെങ്കിൽ അതായത് എങ്ങനെ പറയണം, ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണെങ്കിൽ അവിടെ ഇക്വാലിറ്റി പോസിബിൾ അല്ല. സ്വാതന്ത്ര്യം അൺലിമിറ്റഡ്, ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം എനിക്കുണ്ടെങ്കിലിടാ എനിക്കിപ്പോൾ നിങ്ങളെ ടോർച്ചർ ചെയ്യാം, അതായത് നിങ്ങളെ എനിക്ക് ടോർച്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ഇക്വാലിറ്റി പോസിബിൾ അല്ല. അപ്പോൾ നിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ അവിടെ ഇക്വാലിറ്റി പോസിബിൾ ആണ് നമുക്ക് കാണാൻ പറ്റൂടാ. ദെൻ സോഷ്യൽ ജസ്റ്റിസ്, നമ്മുടെ 14th ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തി. What do you mean by social justice? എന്താണ് social justice? Social justice means that all the members of the society are equal. ഇക്വാലിറ്റി പോലെ തന്നെയാണ്, എല്ലാ ആളുകളും ഈക്വൽ ആണ്, സൊസൈറ്റിയിലെ എല്ലാ ആളുകളും ഈക്വൽ ആണ്. സോഷ്യൽ ജസ്റ്റിസ് എൻഷുർസ് ദാറ്റ് ഓൾ പീപ്പിൾ ഇൻ ദ നേഷൻ ആർ ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈക്വൽ കൺസിഡറേഷൻ. സോഷ്യൽ ജസ്റ്റിസ് ഡസ് നോട്ട് അപ്രൂവ് എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, കളർ ഓർ ജെൻഡർ. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ സാമൂഹിക നീതി സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും പേരിലും ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും പാടില്ല. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം, ഇക്വാലിറ്റി നെസസറി ആണ് നമുക്ക് കാണാൻ പറ്റും. Then who is the author of the theory of justice? നമുക്ക് കാണാൻ പറ്റുന്ന ഫിലോസഫർ ജോൺ റോൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജസ്റ്റിസ് എന്നുള്ള തിയറിയുടെ ഓഥർ നമുക്ക് കാണാൻ പറ്റും. Then in a society where there are class distinction, there will be no social justice നമുക്ക് കാണാൻ പറ്റും. Then the principle of considering equals as equal is not also called a numerical justice നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ MCQ kind of questions വരാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം. Then who wrote the Republic? Plato, the famous philosopher, great wrote the Republic. എന്താ പറയുക, പ്ലേറ്റോ ആണ് റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് എന്ത് എഴുതിയിട്ടുള്ളത് പ്ലേറ്റോ എന്ന് പറഞ്ഞ ഫിലോസഫർ ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മോർണിംഗ് ക്വസ്റ്റ് മലയാളം നോട്ട്സ് ട്രൈ ചെയ്യടാ. Then who was Immanuel Kant? Immanuel Kant was a German philosopher who gave due and equal consideration to all individuals. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫിലോസഫർ ആണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്പർ ഓഫ് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ള ഒരു ഏരിയ കേട്ടോ. ഓക്കെ, യെസ്, ലാസ്റ്റ് ചാപ്റ്റർ റൈറ്റ്സ് ആണ്, അവകാശങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നേരത്തെ ഞാൻ 9 മണിക്ക് നിർത്തും എന്ന് പറഞ്ഞു, ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടെന്നേ ഉള്ളൂ. യെസ്, അവകാശങ്ങൾ, റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ഒരു MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഡേ ഒബ്സർവ്ഡ് ആസ് എ ഹ്യൂമൻ റൈറ്റ്സ് ഡേ? December 10th നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Which among the following is not fundamental right? Religious right, right to equality, right to property, right to freedom. ഇതിൽ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഇടാ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ. യെസ്, ദ ഐഡിയ ഓഫ് റൈറ്റ്സ് ടു വർക്ക് ഫാൾസ് അണ്ടർ വിച്ച് കാറ്റഗറി? ഈ പറയുന്ന റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് ഇക്കണോമിക് റൈറ്റിന്റെ ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റും. Then mention any 4 civil rights of the citizens: right to life, right to express one's opinion, rights to equality, rights to education ഒക്കെയാണ് സിവിൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇതിലൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹേബിയസ് കോർപ്പസ് മുതൽ ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ്, മാൻഡബസ്, പ്രൊഹിബിഷൻ, സെർച്വറി, കോവറന്റ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന്റെ വേറെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ഓക്കെ, then what are fundamental rights? Prepare a short note എന്നാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ചാപ്റ്റർ 3 നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൃത്യമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ് കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 to 35 ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് വരെയുള്ള കാര്യങ്ങളാണ് അതിൽ മേജർ ആയിട്ട് വരുന്നത്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ സിറ്റിസൺസ് ആർ ഗിവൺ. റൈറ്റ്സ് ആർ സം സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രിവിലേജസ് ദാറ്റ് എ പേഴ്സൺ ഗെറ്റ്സ് ആസ് എ സിറ്റിസൺ ഓഫ് എ നാഷൻ ആൻഡ് ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ബേസിക് റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ബേസിക് റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് റൈറ്റ്സ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഷ്യൂർസ് ദ പീപ്പിൾ ഓഫ് ദീസ് റൈറ്റ്സ്. ദേ ആർ ലീഗലി ഗ്യാരണ്ടീഡ്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗലി ഗ്യാരണ്ടീഡ് ആണ്, ഒരു കാരണവശാലും ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം അല്ലേ. യെസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്.
right to equality, right to freedom, right against exploitation, right to freedom of religion, then cultural and educational right, then right to constitutional remedies. These are the 6 fundamental rights ensured by the Indian Constitution. Okay, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ 30 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വി ഹാവ്. നമ്മൾ ഡിസ്കസ് ചെയ്യും മോർണിംഗ് ബൂസ്റ്റിലൂടെയും നാളത്തെ മാരത്തോണിലും നമ്മൾ സം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നാളത്തെ മാരത്തോൺ മോസ്റ്റ്ലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോൺസെപ്റ്റ് റിവിഷൻ തന്നെയാണ്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻസും കൂടി അവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 2 days കൂടി നിങ്ങളിപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു, ഇതിൽ പഠിച്ചതിൽ എല്ലാം ഒന്നും മൈൻഡിൽ നിൽക്കണമെന്നില്ല. അതാ സാറ് പറഞ്ഞത്. യെസ്, മാക്സിമം സാറ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കൂടി എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഒക്കെ കയ്യിൽ വെക്കുക, ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ വെക്കുക, ഒരു റഫായിട്ട് നോട്ടൊക്കെ എഴുതുക. അങ്ങനെ മാക്സിമം നിങ്ങൾ കൂടി ഇൻവോൾവ് ആകുമ്പോൾ മാത്രമേ എന്ത് പോസിബിൾ ആവുന്നുള്ളൂ, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതർവൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിളുമ വിളുമ്പിയ ചോറ് പോലെയാണ്. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, യെസ്, ഈ 2 days കൂടി, ഇനി വരുന്ന 2 days കൂടി മോർണിംഗ് ബൂസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നാളത്തെ മാരത്തോൺ ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു പ്രോബ്ലം മക്കൾ ഫേസ് ചെയ്തത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പല ക്വസ്റ്റ്യൻസും പറയുമ്പോൾ അതിൽ കോൺസെപ്റ്റ് മക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നാളെ നമ്മൾ കോൺസെപ്റ്റ് കൃത്യമായിട്ടും ക്ലിയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നാളെ നമ്മൾ കോൺസെപ്റ്റ് വൈസ് മാരത്തോണിൽ പോകുമ്പോൾ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷനോടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓക്കെ ആണോ, എന്താണ്, സെറ്റായോ, 15 ചാപ്റ്റേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30+ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെറ്റാണോ അല്ലെങ്കിൽ നിലക്കൊന്ന് ഒന്ന് ജസ്റ്റ് മക്കൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മക്കൾ കമൻറ്റ് ചെയ്താൽ സർവൈവ് ചെയ്യാം. യെസ്, ഓക്കെ, ആഫ്റ്റർ ദ ലൈവ് സെഷൻ മക്കളൊന്ന് കമൻറ്റ് ചെയ്യടാ. യെസ്, ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യും, പ്ലസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ് ചെയ്ത് പോവാം. മോർണിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഹെൽത്ത് വൈസ് കുറച്ച് വീക്കാണ്, അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു, കുറച്ചും കൂടി എനർജറ്റിക് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹെൽത്ത് വൈസ് കുറച്ച് വീക്കാണ്. എന്തായാലും മക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാക്സിമം എഫേർട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ബൈ, ഗുഡ് നൈറ്റ്.